ഒരു വേദവാക്യം കർത്താവിൽ ശരണപ്പെട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേൽ 13-14 വേദവാക്യം. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായിക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറ. ഞാനിന്ന് ഈ തിരുവചനത്തിൽ നിന്ന് ഒരല്പസമയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് വളരെ, ഞാൻ പതിവിലേറെ സൂക്ഷിക്കുന്നതിനേക്കാൾ ഒരല്പം വ്യത്യാസമായിട്ട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു ദൂത് വളരെ ശാന്തമായി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പങ്കുവെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 800-ലധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, പുതിയ നിയമത്തിൽ മാത്രം 58 പ്രാവശ്യം എടുത്തു പറഞ്ഞ, സങ്കീർത്തനങ്ങളിൽ 73 സങ്കീർത്തനങ്ങൾ രചിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനാണ് ദാവീദ് എന്ന് പറയുന്നത്. ആമേൻ. ഈ 5-ാമത്തെ ദിവസം നാം തന്നെ കുറിച്ച് ചിലത് പഠിക്കാനും മനസ്സിലാക്കാനും പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സത്യവേദ പുസ്തകത്തിനകത്ത് 800 പ്രാവശ്യം, അത് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ 58 പ്രാവശ്യം, സങ്കീർത്തനം 150 സങ്കീർത്തനമുള്ളതിൽ 73 സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനമാണ്. യേശു കർത്താവിന്റെ വംശാവലിയിൽ മത്തായി സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അബ്രഹാമിന്റെ തലമുറയിൽ പറഞ്ഞ് ആ തലമുറയുടെ കണക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച മശികയിൽ വന്നു നിൽക്കുന്നു ദാവീദിന്റെ ചരിത്രം. പഴയ നിയമത്തിൽ വളരെ ശക്തനായ ഒരു ദൈവമനുഷ്യൻ. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയ ചില വാക്യങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഈ ദിനവൃത്താന്ത പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് അവരുടെ ഈ അവസാനമെല്ലാം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അവർ ദാവീദ് ജീവിച്ചതുപോലെ ജീവിച്ചു, ദാവീദ് ദൈവത്തെ സേവിച്ചതുപോലെ ദൈവത്തെ സേവിച്ചു, ദാവീദ് അടക്കപ്പെട്ടതുപോലെ അടക്കപ്പെട്ടു. അപ്പൊ പഴയ നിയമത്തിലെ ദാവീദിന്റെ ചരിത്രം, രാജാക്കന്മാരുടെ ചരിത്രമെല്ലാം തൊട്ട് വളരെ ആഴമായി പറയുന്ന ഈ പുസ്തകത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ വലിയ രാജ്യത്തെ ഒരു വലിയ നേതാവാകാൻ, ഒരു രാജാവായി തെരഞ്ഞെടുക്കാൻ ദൈവം കണ്ടതായ 2-ാമത്തെ മനുഷ്യൻ. നമുക്കറിയാം, ഈ പുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് ശമൂവേൽ പ്രവാചകനാണ്. ഒരു നല്ല ശമൂവേൽ പ്രവാചകൻ. എന്നാൽ ശമൂവേൽ പ്രവാചകൻ ഈ പ്രവാചക ശുശ്രൂഷ തുടങ്ങുമ്പോൾ യഹോവയുടെ ആലയത്തിൽ അമ്മയുടെ മുലകുടി മാറിയ സമയത്ത് കൊണ്ടുവന്ന ആലയത്തിലാക്കിയ ഒരു ശമൂവേൽ ബാലൻ. ആമേൻ. ദൈവത്തോട് ചോദിച്ചു വാങ്ങി ദൈവം കൊടുത്ത ആ ശമൂവേൽ ആലയത്തിനകത്ത് വളർന്നു. ഒരു ഭാഗത്ത് ആലയത്തിൽ വിളക്ക് ഇടുന്നതിനു മുൻപേ ദൈവ സാന്നിധ്യം അനുഭവിച്ച് കിടന്ന ശമൂവേല് കണ്ടുപഠിക്കേണ്ടത് ഏലിയുടെ മക്കളെയാണ്, അല്ലേ? പാസ്റ്ററിന്റെ
കൂടെ താമസിക്കുന്ന, ആലയത്തിൽ താമസിക്കുന്ന ദൈവദാസനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, പാരമ്പര്യമില്ലാത്ത, പരിചയമില്ലാത്ത ഒരു ശമൂവേൽ ബാലൻ, അതും ആലയത്തിൽ കിടക്കുമ്പോൾ തനിക്ക് മാതൃകയാകേണ്ടത് ഒന്ന് ദൈവദാസനാണ്, രണ്ട് ദൈവദാസന്റെ മക്കളാണ്. അല്ലേ? എന്നോടൊപ്പം പറയണം. താൻ എന്താണോ ആയിത്തീരേണ്ടത് അതാ ദൈവദാസനിൽ നിന്നാ പഠിക്കുന്നത്. താൻ എന്ത് റോൾ മോഡലാക്കണം അത് പാസ്റ്ററിന്റെ മക്കളിൽ നിന്നാ പഠിക്കേണ്ടത്. എന്നാൽ ആ ആലയത്തിനകത്ത് കിടന്ന ശമൂവേൽ ബാലന് ഏലിയിൽ നിന്ന് പഠിക്കാൻ കണ്ണുമങ്ങിയ, വചനം ദുർലഭമായ ആ കാലഘട്ടത്തിൽ ഏലിയിൽ നിന്നും പഠിക്കാനൊന്നുമില്ല. പകരം മക്കളിൽ നിന്ന് പഠിക്കാം എന്ന് വെച്ചാൽ ഒട്ടും നടക്കയില്ല. കാരണം ഏലിയുടെ മക്കളെ കണ്ടാണ് ശമൂവേൽ പഠിച്ചിരുന്നതെങ്കിൽ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയെടുത്ത് അവനും പട്ടുപോയേനെ. സ്തോത്രം ചെയ്തേ. എന്നാൽ സ്വന്തം ദൈവദാസന്റെ തലമുറ പട്ടുപോയ അതേ ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ചവനാണ് ദൈവത്തിന്റെ അഭിഷിക്തനായ ശമൂവേൽ. ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഒരു ദൂത് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഒന്ന് വിടാം. ആമേൻ. പാപം ചെയ്യുന്ന ഒരുപാടില്ല, രണ്ടെണ്ണേ ഉള്ളൂ. പാപം ചെയ്യുന്ന ഹൊഫ്നിയും ഫിനെഹാസും കിടക്കുന്നതിൻ്റെ നടുവിൽ കിടന്ന് ഉറങ്ങി ജീവിച്ച ശമൂവേൽ അവൾ ചെയ്ത പാപമൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ ശ്രേഷ്ഠപ്രവാചകനായി ജീവിച്ചതിൻ്റെ പിന്നിലെ ഒറ്റ ചരിത്രം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ കണ്ണുനീരാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ കണ്ണുനീര്, പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ കണ്ണുനീര്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ കണ്ണുനീര് അവന്റെ തലയിൽ വീണത്തോളത്തോളം ഒരിക്കലും അവന്റെ തലമുറ നശിച്ചു പോകാൻ എൻ്റെ തമ്പുരാൻ അനുവദിക്കയില്ല. എന്നെ ആഴമായി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ പറയത്തില്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അവന്റെ കൂടെ നിങ്ങൾ കൂടരുത്, അവൻ ചെയ്യുന്നത് ചെയ്യരുത്, അവൻ കിടക്കുന്നിടത്ത് കിടക്കരുത്, അവന്റെ കൂടെ നടക്കരുത്. എന്നാൽ ശമൂവേൽ ബാലൻ കൂടെ കിടന്നുറങ്ങിയത് ഹൊഫ്നിയുടെയും ഫിനെഹാസിന്റെയും ആലയത്തിനകത്ത് തന്നെയാണ്. അനുസരണക്കേട് കാണിക്കുന്ന തലമുറയുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് അന്യപ്പെട്ടു പോകാതെ തമ്പുരാൻ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നതിന്റെ പിന്നിലെ ചരിത്രം എന്നാന്നറിയാമോ? കരയുന്ന ഒരു മാതാവ് തന്റെ ഉണ്ടായത് കൊണ്ടാണ്. ഈ പകൽ ആരംഭത്തിൽ 5-ാമത്തെ ദിവസം ആലയത്തിൽ ദൈവിക്കുന്ന ദൈവജനത്തെ നോക്കി അല്ല, ഞങ്ങളെ ലൈവിലൂടെ കേൾക്കുന്ന ദൈവജനത്തെ നോക്കി ഒരു അരുളപ്പാട് വിളിച്ചു പറയുന്നു. പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ അവൻ നഷ്ടപ്പെട്ടു പോകാൻ എന്റെ തമ്പുരാൻ അനുവദിക്കയില്ല. പറ്റുമെങ്കിൽ കരമടിച്ച് ഇന്ന് പകൽ ആരാധിക്കാൻ തയ്യാറായിക്കോ. കരയുന്ന പിതാവേ, കരയുന്ന മാതാവേ, നിന്റെ തലമുറ ലോകത്തിന്റെ ഏതറ്റത്ത് പോയി പാർത്താലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരുണയുടെ കര, ദൈവത്തിന്റെ കൃപയുടെ കര അവൻ പരിപാലിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവജന ഈ പകൽ ആരാധിക്കാൻ തയ്യാറാണ്. ഈ ദൂത് ഒന്ന് കുറിച്ചു വെക്കുക. ഇല്ല, അവൻ നിങ്ങൾക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? എന്റെ തലമുറ നശിച്ചു പോകത്തില്ല. MDMAക്കോ കഞ്ചാവിനും വെറിക്കൂത്തിനോ ഒരു മദ്യപാനത്തിനോ എന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഈ 5-ാമത്തെ ദിവസം ആത്മാവിൽ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന പ്രിയ പിതാവേ, പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാവേ, ഈ പകൽ ആത്മാവിൽ നീ ആരാധിച്ച് ആത്മാവിൽ ഏറ്റെടുത്ത് ഇന്ന് പകൽ വിളിച്ചു പറ, എന്റെ തലമുറ അന്യപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കയില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ മകൻ ആലയത്തിനകത്ത് വളർന്നു. നിങ്ങൾക്കറിയാമോ, ദൈവശബ്ദം നിലച്ചുപോയ ഏലിയുടെ മക്കളുടെ നടുവിൽ ദൈവശബ്ദം അടയാതെ അവന്റെ ചെവി ദൈവശബ്ദത്തിന് വേണ്ടി തുറന്നു. ആമേൻ. ദൈവം അവനെ അഭിഷേകം ചെയ്തു.
ശക്തനായ പ്രവാചകനായി ദാൻ മുതൽ ബർസേബ വരെ, തെക്ക് മുതൽ വടക്ക് വരെ വിശ്വസ്ത പ്രവാചകനായി തീർന്നില്ല. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകൻ പ്രവാചകനായി, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നവനായി, നല്ല എഴുത്തുകാരനായി, ആമേൻ, രാജാക്കന്മാരെയും അധിപതിമാരെയും നിയമിക്കുന്ന നിയമജ്ഞനായി മാറി എന്ന് വേണ്ട, ദൈവത്തിന്റെ ശബ്ദം ഏറ്റെടുത്ത് പറയുന്ന ശക്തനായ ദൈവദാസനായി മാറി. ഈ പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ പട്ടണത്തിൽ ദൈവത്തിന് ഉയർത്തി മാനിപ്പാനുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. എനിക്ക് നിങ്ങളോട് അല്പം ആഴത്തിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. എന്നാൽ തൻ്റെ ആ ജനനം, തൻ്റെ ശുശ്രൂഷ ന്യായാധിപന്മാരുടെ ഒടുവിലത്തെ ശുശ്രൂഷയാണ് അല്ലേ? നമുക്കറിയാം 14 ന്യായാധിപന്മാരുടെ ചരിത്രം കഴിഞ്ഞ് ഒടുവിലത്തെ ന്യായാധിപനായി പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഈ ദൈവത്തിന്റെ അഭിഷിക്തൻ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജനം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ജനം ചോദിക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കണേ, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണം. ഒരാളല്ലി ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് ആരുള്ളതുപോലെ? ജാതികൾക്കുള്ളതുപോലെ, ജാതികൾക്കുള്ളതുപോലെ, മറ്റുള്ളവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ചിലതൊക്കെ വേണം. ഇനി ഒരു ഹല്ലേലൂയ പറ. ഇന്നത്തെയും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നാം കണ്ടുപഠിക്കുന്നതൊന്നും കൃപയുള്ളവനെയല്ല, നാം കണ്ടുപഠിക്കുന്നത് വിശുദ്ധിയുള്ളവനെയല്ല, നാം കണ്ടുപഠിക്കുന്നത് പ്രാർത്ഥിക്കുന്നവനെയല്ല, നാം കണ്ടുപഠിക്കുന്നതെല്ലാം ലോകക്കാരെയാണ്. അതുകൊണ്ട് റോമാലേഖനം പറയുന്നത്, ദൈവത്തിന് മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നെന്നാൽ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ദൈവജനത്തിന്റെ ശ്രദ്ധ പോയത് എവിടേക്കാണെന്നറിയാമോ? ചെങ്കടൽ വിഭാഗിച്ചത് ഇവർക്കറിയാം, മരുഭൂമിയിൽ മഞ്ഞ കൊടുത്തത് ഇവർക്കറിയാം, ഇസ്രായേൽ ജനത്തെ ആമൻ അനുഗ്രഹമായി വഴി നടത്തിയത് വളരെ ക്ലിയറായി അറിയാവുന്നൊരു ദൈവം. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ, അടിക്കാൻ പറഞ്ഞപ്പോൾ തീക്കൽ പാറക്കകത്തുനിന്ന് വെള്ളം പുറപ്പെടുവിച്ച ദൈവമാണ് അല്ലേ? കാടയ കൊടുത്ത ദൈവമാണ്. ഇത്രമാത്രം അത്ഭുതം ചെയ്ത ഈ സർവശക്തനായ ദൈവം കൂടെ ഉണ്ടായിട്ടും അവരുടെ ശ്രദ്ധ പോയത് എവിടേക്കാണെന്നറിയാമോ? ജാതികളിലേക്കാണ്. അവരാവശ്യപ്പെടുന്നത് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്ക് വേണം ഒരു രാജാവ്. വിശ്വാസത്തിന്റെ മൂല്യച്യുതി വന്നു വീണത് എവിടെയാണെന്നറിയാമോ? ഇപ്പോഴത്തെ ദൈവജനം നോക്കുന്നത് ആമൻ നിൽക്കുന്ന വിശ്വാസത്തിൽ നിൽക്കുന്നവനെയല്ല, കൃപയിൽ നിൽക്കുന്നവനെയല്ല. നമ്മുടെ കണ്ണുകൾ മുഴുവൻ പോകുന്നത് രക്ഷിക്കപ്പെടാത്തവരുടെയാണ്, കൃപയില്ലാത്തവരിലേക്കാണ്, വിശുദ്ധിയില്ലാത്തവരേക്കാണ്. ഈ 5-ാമത്തെ ദിവസം ദൈവസഭയെ നോക്കി ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, വിളിച്ച ദൈവത്തെ വിട്ട് നീ വഴി മാറി പോകരുത്. വിളിച്ച ദൈവത്തിന്റെ വിശുദ്ധി വിട്ട് നീ വഴി മാറി പോകരുത്. നിനക്ക് കാണാനും നിനക്ക് വിളിച്ചു പറയാനും നിന്റെ മുമ്പിൽ നടക്കാനും നിനക്കൊരു ദൈവമുണ്ട്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. ഇനി ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് മടിയില്ല. ശമൂവേൽ പ്രവാചകനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ശമൂവേലേ, താങ്കളുടെ അടുക്കൽ വന്ന് ഈ ജനം പ്രവാചകനെ അല്ലെങ്കിൽ രാജാവിനെ ചോദിച്ചതിൽ തെറ്റുകാരൻ ജനമല്ല, തെറ്റുകാരൻ താങ്കൾ തന്നെയാണ്. മനസ്സിലായില്ലല്ലേ? ഈ ജനം രാജാവിനെ ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ തെറ്റുകാരൻ താൻ തന്നെയാണ്. അന്ന് അങ്ങനെ പറഞ്ഞേ. നോക്കിക്കേ, ഏലിക്ക് അടുത്ത പൗരോഹിത്യം കൈമാറാൻ ഒരു തലമുറ ഇല്ലാതെ പോയി. അത് കണ്ട് ജീവിച്ചു വളർന്ന് ശുശ്രൂഷ ചെയ്ത ശമൂവേലേ, താങ്കളോടൊന്ന് ചോദിക്കട്ടെ,
താങ്കൾ ദാൻ മുതൽ ബേർശേബ വരെ അടിച്ചു പൊളിക്കുന്ന പ്രവാചകനായി ഇത്രയും ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ തന്നോടൊരു ചോദ്യം, തന്റെ തലമുറയിൽ ഒരെണ്ണമുണ്ടോ ന്യായാധിപനാകാൻ? ഹല്ലേലൂയ കുറയല്ലേ? ഹല്ലേലൂയ കുറയല്ലേ? അവർ രാജാവിനെ ചോദിച്ചതിന്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്നാണെന്നറിയാമോ? രാജാവിനെ ചോദിക്കാൻ കാര്യം നിങ്ങളാണ്, നിങ്ങൾ ഒരുത്തനാണ്. എന്നാ അടുത്ത ന്യായാധിപനായി താങ്കളുടെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ട സ്ഥാനത്ത് ഒരെണ്ണമുണ്ടോ ഇതെടുക്കാൻ? ഒരാളുണ്ടോ ശമൂവേലേ ഈ ശുശ്രൂഷ ചെയ്യാൻ? താങ്കളും താങ്കളുടെ കുടുംബത്തിനകത്തൊന്നും ഈ ശുശ്രൂഷ കയ്യേറ്റം ചെയ്യാൻ അടുത്ത ജനറേഷൻ ഇല്ലാതെ പോയപ്പോൾ ജനം രാജാവിനെ ചോദിച്ചതിൽ തെറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഉപവാസത്തിന്റെ 5ാമത്തെ ദിവസം ദൈവസഭ തീരുമാനമെടുക്കണം, ഇതിനകത്തുനിന്ന് അടുത്ത തലമുറ എഴുന്നേക്കണം. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും കൈയടിച്ചു പോകുന്നത് പോലെ കൈയടിച്ചു പോകാനല്ല, ഇതിനകത്തുനിന്ന് ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കട്ടെ. അഭിഷേകം ഉള്ളത് ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. കൃപയുള്ളത് ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. കരമടിച്ച് കർത്താവിന് ഒരു നല്ല ആമേൻ പറ. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോയി ഇല്ല. ശമൂവേലേ, നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നെങ്കിൽ, അടുത്ത പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ രാജാവിനെ ചോദിക്കത്തില്ലായിരുന്നു. എന്നാൽ അടുത്ത കാര്യം നോക്കിക്കേ, ഒരു ദൈവദാസന്റെ കുടുംബത്തിനകത്തുനിന്ന് അടുത്ത ശുശ്രൂഷ കൈമാറാൻ ചിലരില്ലാതെ വന്നപ്പോൾ ദൈവത്തിന്റെ സങ്കടം നിങ്ങൾ നോക്കിക്കേ. ദൈവം പറയുന്നു, ശമൂവേലേ, അവർ രാജാവിനെ ചോദിച്ചതുകൊണ്ട് അവർ തള്ളിയത് നിന്നെയല്ല എന്നെയാ. ദൂത് മനസ്സിലായെങ്കിൽ ആമേൻ പറ. ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയുക, അവർ നിന്നെയല്ല തള്ളിയത്, അവര് എന്നെയാ തള്ളിയത്. ഇത്രയും അത്ഭുതം കണ്ടവർ, ഇത്രയും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ, ദൈവ സാന്നിധ്യം രുചിച്ചറിഞ്ഞ ഇവർ രാജാവിനെ ചോദിച്ചപ്പോൾ പ്രവാചകനെ നിന്നെയല്ലവർ തള്ളിയത്, എന്നെയാ തള്ളിയത്. അതുകൊണ്ട് കാര്യം ചെയ്യ, നീ ഭാരപ്പെടണ്ട, നീ ക്ഷീണിക്കണ്ട, നീ അതിനെ കുറിച്ച് വേഗലപ്പെടണ്ട. ഞാന് ഒരുത്തനെ കണ്ടിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. കീസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മകനായ ശൗൽ എന്ന് പറയുന്ന തോൽപ്പൊക്കമുള്ള, എല്ലാവരേക്കാൾ അല്പം മാന്യതയുള്ള ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നിന്നാൽ അവരേക്കാൾ തോൽപ്പൊക്കമുള്ളവനായ ശൗൽ എന്ന് പറയുന്ന ഒരുവനെ ദൈവം രാജാവായി കണ്ടു. കഴുതയെ തേടിപ്പോയവനെ വിളിച്ചു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ദൈവം ഇസ്രായേലിന്റെ പ്രഭുവാക്കി. ആമേൻ, ആമേൻ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ സ്തോത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തെങ്കിലും കിട്ടുന്നതും ഈ വെറുതെ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് ഇത്ര ആമേൻ പോരാ, നല്ല ആമേൻ പറയാം. മനസ്സിലായില്ലല്ലേ? ഇതിനകത്ത് വരുന്ന ആത്മാക്കളെ ഈ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ചിലരുണ്ട്. ഞങ്ങൾ ലൈവ് ആയതുകൊണ്ട് അങ്ങ് പറയുന്നില്ല. ഞാൻ സ്തോത്രം 31 വർഷമായി ഞാനും ശുശ്രൂഷ 31 വർഷമായി. 97 തൊട്ട് ഞാനൊരു സഭാ ശുശ്രൂഷയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഒരാളിലേക്ക് പറ, ഒത്തിരി പാടാം. ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരിക, ആമേൻ, അവരെ സ്നാനപ്പെടുത്തുക, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തത് ഇതിനകത്തിരിക്കുന്നതിനെ പിടിച്ചോണ്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്.
ഒരല്ലല്ലോ എന്ന് പറ. ഭയങ്കര എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചേ, ഞങ്ങളിപ്പോൾ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിൽക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷ എല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയും, ഇന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മേൽ ഒരു ആത്മപകർച്ചയുണ്ട്. ആത്മപകർച്ചയ്ക്ക് താല്പര്യമുള്ളവർ ഓടി വരാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടി ഓടി വരും. നിങ്ങൾ ഉപവസിച്ചിട്ടില്ല, നിങ്ങൾ പറ, ഉപവസിച്ചിട്ടില്ല, നിങ്ങൾ 21 ഇരുന്നിട്ടില്ല, നിങ്ങൾ 40 ഇരുന്നിട്ടില്ല, ജീവിതത്തിൽ ഇന്ന് വരെ ഉപവസിച്ചിട്ടില്ല. ഉപവാസം ഇരിക്കാൻ ഏറ്റവും കൂടുതൽ ഫുഡ് അടിക്കുന്നത് അന്നായിരിക്കും. അങ്ങനെ ഉപവസിച്ചിട്ടില്ല, ചുവന്നരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു കർത്തൃപത്യം വന്നിട്ടുണ്ട്, ആ മനുഷ്യന്റെ മേലെ ഒരു അഭിഷേകമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം കൂടി ഓടി വന്ന് ഞങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവെക്കുന്നു, നിങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു, നിങ്ങൾ കൃപ പ്രാപിക്കുന്നു, പ്രവചിക്കുന്നു, വെളിപ്പാട് കാണുന്നു, ഭയങ്കര ഹാപ്പി. നിങ്ങൾ നാളെ ഒരു ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ നല്ല ഫോമിൽ അടിച്ച് പൊളിച്ച്, എൻ്റെ ഭാഷ പറഞ്ഞാൽ മമ്മൂട്ടി വരുന്നത് പോലെ, മോഹൻലാൽ വരുന്ന പോലെ, സിനിമ സ്റ്റാർ വരുന്നത് പോലെ ആ സ്റ്റൈലിലൊക്കെ വന്ന് നിങ്ങളങ്ങ് ഇറങ്ങി ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം കാഴ്ചക്ക് മനസ്സിലാകും, ഈ പുള്ളി ഇത് വില കൊടുത്തിട്ട് കിട്ടിയതല്ല, ഫ്രീ ആയിട്ട് കിട്ടിയത്. എന്ന് പറഞ്ഞു ഞാൻ ചിലതിനകത്തോട്ട് കയറി വരികയാണ്. ആമേൻ. ഈ വില കൊടുത്തു വാങ്ങിക്കുന്നത് കണ്ടാൽ അറിയാം, അത് കേട്ടാൽ അറിയാം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയാ, ഇന്ന് നിങ്ങൾ ഈ ആലയത്തിനകത്ത് വന്നത് വില മുടക്കിയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത വിലക്കനുസരിച്ച് ഒരു ദൈവിക കൈമാറ്റം സ്വർഗത്തിലെ ദൈവം ഇന്ന് പകരം നിങ്ങളുടെ മേൽ പകർന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വില കൊടുത്തവനെയാ ദൈവം അനുഗ്രഹിക്കുന്നത്. വില മുടക്കിയവന് അതിന്റെ വിലയുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറ. ഞാന് സ്തോത്രം, എൻ്റെ ദൈവദാസനോട് ഞാൻ ചോദിച്ചു, പാസ്റ്റേ ഈ എങ്ങനെയാ പ്രസംഗിക്കുന്നത്? അപ്പൊ പാസ്റ്റനോട് പറഞ്ഞു, പ്രസംഗിക്കുന്നത് വചനം വായിച്ചിട്ടായിരിക്കണം. എത്ര അധ്യായം വായിക്കണം? ഒരു ദിവസം രാവിലെ 10 അധ്യായം, വൈകിട്ട് 10 അധ്യായം. പെട്ടുപോയി. പറഞ്ഞേ എത്ര? രാവിലെ 10 അധ്യായം, വൈകിട്ട് 10. ഇനി 5 മിനിറ്റ് നീ പ്രസംഗിക്കുന്നെങ്കിൽ അരമണിക്കൂർ പ്രാർത്ഥിക്കണം. അതിനേക്കാൾ പെട്ടു. 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ 2 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഒരല്ലെന്ന് പറഞ്ഞേ. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ദൈവദാസൻ എനിക്കൊരു മെസ്സേജ് എഴുതി തന്നു. 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം അത് എഴുതി തന്നിട്ട് 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആലയത്തിന്റെ മൂലക്കോട്ടൊരു പായിട്ടിട്ട് പറഞ്ഞു, അവിടെ പോയി 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റർ ഈ ആലയത്തിലൂടെ വന്ന് കയറി ഇറങ്ങി നോക്കും. അപ്പൊ ഞാൻ ആ മൂലക്കുണ്ട്. അത് 1 മണിക്കൂർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രസംഗത്തേക്കാൾ അധികം ഞാൻ വർഷിപ്പാ ലീഡ് ചെയ്തുകൊണ്ടിരുന്നേ. അന്ന് കീബോർഡ് ഒന്നുമില്ല, ഒരൊറ്റ തപ്പ് വെച്ച കൊട്ടുന്നത്, തപ്പ് ട്രാമറിന. അന്ന് മീറ്റിംഗിൽ തപ്പ് കൊട്ടുന്നതിന് മുമ്പ് എന്നോട് പറയും, 10 മണിക്കാ മീറ്റിംഗ്, 8 മണിക്ക് ആലയത്തിൽ വന്ന് ഈ തപ്പ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. അത് 8 മണിക്ക് ആലയത്തിൽ വരും, പായിട്ട് തപ്പുമെടുത്ത് വെച്ച് അതിനു മുമ്പിലിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധനയ്ക്ക് വേണ്ടി റെഡിയാകും. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആമേൻ. ഇന്ന് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ആമേൻ. ഒരു ആവശ്യമില്ല. ഇപ്പോൾ ചർച്ചിന് കീബോർഡ് ഉണ്ട്, ചർച്ചിന് മ്യൂസിക് ഉണ്ട്, ആമേൻ, എല്ലാ സാധനവും ഉണ്ട്. ആമേൻ വെച്ചിട്ടുണ്ട്. വരിക, വായിക്കുക, എല്ലാം പ്രൊഫഷണലായി. എന്തിനാ? ആരാ വില കൊടുക്കുന്നേ? ആരാ വില കൊടുക്കുന്നേ? എന്തിനാ വില കൊടുക്കുന്നേ? പക്ഷെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ കാര്യം പറയാ, ദൈവസന്നിധിയിൽ വില കൊടുക്കുന്നവന്റെ ആരാധന കണ്ടാൽ അറിയാം, വില മുടക്കുന്നവന്റെ സ്തോത്രം കേട്ടാൽ അറിയാം, വില മുടക്കുന്നവന്റെ പാട്ട് കേട്ടാൽ അറിയാം. കാരണം അടിച്ച ദൈവത്തിന് നല്ലൊരു ഹല്ലേലൂയ പറ. ശൗലേ
തങ്ങളുടെ ജീവിതത്തിൽ അനുസരണക്കേട് വരാൻ ഏക കാരണം എന്നാന്നറിയാമോ? ഈ അഭിഷേകം കിട്ടിയത് വില മുടക്കിയിട്ടല്ല. സൗല് തന്റെ മേൽ ഈ അഹങ്കാരം വരാൻ കാര്യം എന്നാന്നറിയാമോ? സൗല് തന്റെ ജീവിതത്തിൽ താളം തെറ്റാൻ കാര്യം എന്നാന്നറിയാമോ? ഈ അഭിഷേകം വില മുടക്കിയിട്ട് കിട്ടിയതല്ല. കഴുതയുടെ പുറകെ പോയ തന്റെ മേൽ വീട് ഈ അഭിഷേകത്തിന്റെ വില തനിക്കറിയത്തില്ല. ദൈവമക്കളെ, ഇന്ന് ഒരു ചെറിയ അനുഗ്രഹമെങ്കിലും ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങിയവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അവൻ ദൈവമേ ഒരുപാട് കഷ്ടപ്പെടാതെ, ഒരുപാട് ബുദ്ധിമുട്ടാതെ, ഒരുപാട് കഷ്ടം അനുഭവിക്കാതെ ദൈവം ചെയ്ത നന്മകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കരമടിച്ച ദൈവത്തിന് നന്ദി പറ. ശക്തിയോടെ ഈ ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. അവൻ വില മുടക്കി ലഭിച്ച അവൻ ചിലത് ഇതിനകത്തുണ്ട്. അവൻ വില മുടക്കി കിട്ടിയ ജോലി ചിലതുണ്ട്. വില മുടക്കി കിട്ടിയ അവൻ ചില നന്മകളുണ്ട്. ആ നന്മകൾക്കൊക്കെ ഇന്ന് മക ദൈവത്തിന് കരമടിച്ച് ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സൗല് തന്റെ ജീവിതത്തിൽ ലഭിച്ച ഈ അഭിഷേക വില മുടക്കി ലഭിച്ചതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഞാൻ താമസിക്കുന്ന സ്ഥലം കൊച്ചിയുടെ തീരദേശമാണ്. അവിടെ ഞങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരാലയമില്ല, ഒരു വീടില്ല. അടുത്ത ദിവസം കർത്താവിൻ്റെ ദാസൻ ജോഷി പാസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ആത്മീയ ഗുരുവാണ്. എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയത് ആ ദൈവദാസനാ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അന്നൊരാലയമില്ല, ഒരു മുറിയില്ല. ആ ദൈവദാസൻ എന്നെയും കൊണ്ട് എല്ലാ തിങ്കളാഴ്ച രാവിലെയും ബസ് കയറി അവിടെ നിന്ന് 26 കിലോമീറ്റർ ലൈൻ ബസ്സിന് പോയി കാക്കനാട് പ്രിയ ജോജഫി പാസ്റ്റർക്ക് ഉണ്ടായ സ്ഥലം, അവിടെ ന്യൂ ഇന്ത്യ ചർച്ച് കോഡിന് ഒരു ചർച്ചുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വെളുപ്പിന് ഞങ്ങൾ ആ ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൽ പോയി പ്രാർത്ഥിക്കാൻ കയറും. 2 കുപ്പി വെള്ളവും ആലയത്തിനകത്ത് കൊണ്ടുപോയി അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. രാവിലെ മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, വൈകിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു പകലും ഒരു രാത്രിയിലും അവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും, ഉറങ്ങാറില്ല. ചൊവ്വാഴ്ച രാവിലെ ദൈവദാസൻ അവിടെ നിന്ന് മീറ്റിങ്ങിനായി പോകും. എനിക്ക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മീറ്റിങ്ങിന് പോകും. 1 വർഷമല്ല, 2 വർഷമല്ല, വർഷങ്ങൾ. CP മോനായി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അന്ന് ആലയത്തിൽ ഇരിക്കുമ്പോൾ ആ ദൈവദാസൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 വർഷം അവിടെ ഇരുന്നു. ആ വർഷം മുഴുവൻ എല്ലാ തിങ്കളാഴ്ചയും 26 കിലോമീറ്റർ ചെന്ന് ആ ചർച്ചിനകത്ത് പോയിരുന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇന്ന് ഒരു വലിയ ചർച്ച് ഞങ്ങൾക്കുണ്ട്. ഒരുപാട് ആത്മാക്കൾ ഞങ്ങളുടെ ആലയത്തിനകത്തുണ്ട്. 100 കണക്കിന് ആളുകൾ സ്നാനപ്പെട്ടു. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, വില മുടക്കി ദൈവം തന്നതാണ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ചെപ്പടി വിദ്യ കൊണ്ട് ആളുകളെ കാണിക്കുന്ന അവൻ ആക്ഷൻ കൊണ്ട് ഒന്നും ദൈവം തരത്തില്ല. വില മുടക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ നന്മകൾ തരാൻ എന്റെ തമ്പുരാൻ ഇന്ന് പകൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയ അനുഭവ സാക്ഷ്യം കൂടി ഭാഷ ഞാൻ പറയാം. എന്താണെന്നറിയില്ല, അത് പറയണമെന്ന് എന്നോട് ആത്മാവ് ഇടപെടുകയാണ്. എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ ഭയങ്കര കൊതിയാണ്. വർഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ ആരാധിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ആരാധന കൊതിയനാണ്. എത്ര ആരാധിച്ചാലും മതി വരില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് റോൺ കെനോളി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ബാംഗ്ലൂർ പട്ടണത്തിൽ വന്നു. എൻ്റെ ഓർമ്മ 95 96 ആ മനുഷ്യനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ക്രൗഡിന്റെ നടുവിൽ വർഷിപ്പ് ചെയ്യുന്നത് കാണുന്നത്. അവിടെ ചെന്ന് ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഞാൻ ഒരു കാഴ്ച കണ്ടു. ഈ ദൈവദാസൻ വർഷിപ്പ് ചെയ്യുമ്പോൾ ജനം ആത്മാവിൽ നിറയുന്നത് കണ്ടു.
ആമേൻ. ജനം തുള്ളിച്ചാടി ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടു. എൻ്റെ അകത്തൊരു ചെറിയ മോഹം, ഈ ദൈവദാസനെ കൊണ്ട് ഒന്ന് കൈവച്ച് പ്രാർത്ഥിപ്പിക്കണം, ഈ ദൈവദാസനെ കൊണ്ട് എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിപ്പിക്കണം. പക്ഷെ നടക്കത്തില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3.5 ലക്ഷം 4 ലക്ഷം പേർ അന്ന് മൈതാനത്തുണ്ട്. എൻ്റെ ദൈവദാസോട് പറഞ്ഞു, പാസ്റ്റേ ഈ പാസ്റ്ററെ കൊണ്ട് എനിക്കൊന്ന് കൈവച്ച് പ്രാർത്ഥിപ്പിക്കണം. എന്തിനു വേണ്ടി? വർഷിപ്പ് ലീഡ് ചെയ്യാനല്ല, എനിക്കൊന്ന് ദൈവത്തെ ആരാധിക്കാൻ, മടികൂടാതെ ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ, കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്കാൻ, നൃത്തം ചെയ്ത് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞു, മോനെ പ്രയാസമാണ്, പറ്റുമെന്ന് തോന്നുന്നില്ല. വൈകിട്ട് 5 മണിക്കാണ് സർവീസ് ആരംഭിക്കുന്ന. വൈകിട്ട് ഇത്രയും ക്രൗഡല്ലേ, പ്രാർത്ഥിപ്പിക്കാൻ കഴിയുമോ തോന്നുന്നില്ല. ഞാനൊരു തീരുമാനമെടുത്തു. രാത്രി 10 മണി കഴിയുമ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് പോകും. ഞാനൊരു തീരുമാനമെടുത്തു. ആ തണുപ്പത്ത് ഞാൻ രാത്രി പോകാൻ തീരുമാനിച്ചില്ല. സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നവർ അവൻ ഗ്രൗണ്ടിലുണ്ട്. അവരോടൊപ്പം അവര് ഒരു റാമ്പ് ഇതുപോലെ പണിതിട്ടുണ്ട്. ആ റാമ്പ് നല്ല ഹൈറ്റ് ഉള്ളതാണ്. ആ റാമ്പിന്റെ അടിയിലേക്ക് ഒരു മുണ്ടെടുത്ത് വിരിച്ച് അന്ന് രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങി. വൈകിട്ട് 5 മണിക്ക് കൺവെൻഷൻ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് ഞാൻ അവിടുന്ന് പോയില്ല. ആ കൺവെൻഷൻ ഗ്രൗണ്ടില് വീഡിയോ എടുക്കുന്ന റാമ്പിനടി കയറി കിടന്നു. ഒരു മുണ്ട് പുതച്ച്, ലുങ്കി പുതച്ച് ഞാൻ അവിടെ കിടന്നു. നേരം വെളുത്തപ്പോൾ ഏറ്റവും മുൻപിൽ ഒരു കസേരയിൽ കൊണ്ടുപോയി എന്റെ ബൈബിൾ വെച്ച് ഞാൻ സ്ഥലം പിടിച്ചു. എന്നിട്ട് അവിടുത്തെ സൗണ്ട് സിസ്റ്റംകാരോട് പറഞ്ഞു, ഈ ചെയർ ആരും മാറ്റരുത്. അവിടെ പോയി 2 ഇഡ്ഡലി കഴിച്ചു. നല്ല ചൂട് വന്ന് അതേ ലുങ്കി പുതച്ച് പകൽ മുഴുവൻ കസേര കുത്തിയിരുന്ന് ഏറ്റവും മുൻപില്. മീറ്റിംഗ് 5 മണിക്ക് തുടങ്ങി. റോൺ കനോളി എന്ന് പറയുന്ന വർഷിപ്പ് ലീഡർ, എനിക്കറിയത്തില്ല, ആ മനുഷ്യൻ കയറി വന്നു. അന്ന് താൻ ഒരു കാര്യം ചെയ്തു. താൻ പ്രാർത്ഥിക്കാൻ വർഷിപ്പിന് വേണ്ടി കയറി 2 പാട്ട് പാടിയിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു, എന്നോട് പരിശുദ്ധ ആത്മാവ് പറയുന്നു ഇതിനകത്ത് ചിലര് എന്നെ പൂശി പ്രാർത്ഥിക്കണമെന്ന്. തലേ ദിവസം താൻ അത് പറഞ്ഞില്ല. തലേ ദിവസം അങ്ങനെ ഒരു ഓട്ടോക്കോൾ ഇല്ലായിരുന്നു. അവിടെ നിന്ന് എണ്ണ കൊണ്ടുവന്നു തന്റെ കയ്യിലോട്ടെടുത്ത് താൻ പറഞ്ഞു, ഞാൻ കുറച്ചു പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ ഓടിവാ. ആദ്യം ഓടിച്ചെന്ന് മുമ്പിൽ നിന്നത് ഞാനാണ്. 2 കയ്യോ ആ എണ്ണക്കകത്ത് മുക്കിയിട്ട് എന്റെ തലയിലോട്ട് വെച്ചിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവനെ ഞാൻ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്തിനാ? ആരാധനയ്ക്ക് വേണ്ടി. നിങ്ങൾക്കറിയാമോ, ദൈവത്തെ ആരാധിക്കാൻ ഒരു രാത്രി മുഴുവൻ മഞ്ഞത്ത് കിടന്ന് കൈവച്ച് പ്രാർത്ഥിച്ച ഒരനുഭവത്തിന് വെളിച്ചത്തില ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവ പൈതലെ, വില മുടക്കുന്നവന്റെ ഒരഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകൽ വീഴാൻ പോകുകയാണ്. വേണ്ട, ആക്ഷൻ മതിയാക്ക്, അഭിനയം മതിയാക്ക്. ആത്മാർത്ഥമായി ഇന്ന് പകൽ സ്വീകരിക്കുന്ന ചിലതിന്റെ മേൽ ഒരഭിഷേകത്തിന്റെ പകർച്ച. കരമടിച്ചു ദൈവത്തെ ആരാധിച്ചോ. ഇത് വെറും വാക്കല്ല, വില മുടക്കുന്നവരുടെ മേൽ ഒരു ദൈവിക അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം ഇന്ന് പകൽ സംഭവിക്കും. ഞാന് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ അഭിഷിക്തനെ കുറിച്ച് ഇത് ലൈവിലൂടെ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. ആ ദൈവദാസൻ പറഞ്ഞു പറയിപ്പിക്കുന്നതൊന്നും അല്ല. അത്രയും ഗതികേട് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ പറയുന്നേ, ഇന്ന് കോട്ടയത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭ പാസ്റ്റർ ഷാജൻ പാസ്റ്ററിന്റെ ചർച്ചാണ്. എൻ്റെ കൂടെ ശുശ്രൂഷക്കിറങ്ങി കൽപ്പണിക്കാരനായ ഒരു ദൈവമനുഷ്യൻ, അല്ലെങ്കിൽ ഒരു BSS സൈക്കിള്, അതിന് മൾഗാഡില്ല, 2 ടയർ മാത്രമേ ഉള്ളൂ. സുവിശേഷ വേലക്കിറങ്ങി എൻ്റെ കൂടെ നിഴൽ പോലെ നടക്കുന്നു. രാവിലെയും വൈകിട്ടും എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. ഒരു ദിവസം ഞങ്ങളൊരു നോട്ടീസിൽ വായിച്ചു, മറുവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ സുരേഷ് ബാബു പ്രസംഗിക്കുന്നു. ഞങ്ങള് ചർച്ച ചെയ്യുന്ന കുറച്ച് യവനക്കാർ കൂടി ഈ ദൈവദാസൻ എവിടെ മീറ്റിങ്ങിന് വന്നാലും ആ സ്റ്റേജിന് മുമ്പിൽ ഏറ്റവും ഫസ്റ്റ് ഡ്രോയിൽ ഞങ്ങൾ ഇങ്ങനെ വന്ന സ്ഥലം പിടിക്കും. അന്ന് അവൻ ചെന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തു.
മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഈ ഷാജൻ എന്നോട് പറയാൻ തുടങ്ങി. അന്ന് പാസ്റ്റല്ല, ഷാജൻ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ കൊണ്ടൊന്ന് കൈവെപ്പിക്കണം. അവൻ എല്ലാ പ്രാവശ്യവും പാസ് അവൻ മുമ്പിലുള്ളവരെല്ലാം വിളിച്ച് ഓട്ടക്കോൾ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. ആ പതിവിൽ ഓടി ചെല്ലാനാ നിന്നത്. പക്ഷേ അന്ന് ഒരുപാട് പേരെല്ലാം വിളിച്ചു, ഒത്തിരി രോഗികളൊക്കെ സൗഖ്യമായതുകൊണ്ട് മുന്നോട്ട് വിളിച്ചില്ല. ദൈവദാസൻ അവിടെ നിന്ന് ഏകദേശം 9 മണിക്ക് തീരേണ്ടത് 10 മണിയായി കൺവെൻഷൻ തീർന്ന് പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി ബാക്കിലൂടെ വണ്ടിയിൽ കയറി നേരെ പോയി. ആശീർവാദം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഷാജനെ കാണാനില്ല. ഞാൻ ചോദിച്ചു, ഷാജൻ പാഷന്റെ അല്ല ഷാജനന്റെ, അവനെ കാണാനില്ല. എവിടെ പോയെന്നറിയില്ല. ഇവന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് പോരണമെങ്കിൽ ഞങ്ങൾക്ക് ഇവനെ കൊണ്ട് പോരണം. ഇവനെ അവിടെ മുഴുവൻ അന്വേഷിച്ചു, കാണാനില്ല. ആമേൻ. ഞങ്ങൾ അവിടെ 11 മണിയായി, 12 മണിയായി. 12:30 മണി കഴിഞ്ഞപ്പോൾ ബൈക്കിന് വേറൊരു ചെറുപ്പക്കാരനെ കൊണ്ട് തിരിച്ചു വരുന്നു. ഞാൻ നീ എവിടെ പോയി? ഞാന് പാസിനെ വഴിയിലിട്ട് പിടിച്ചു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? കൺവെൻഷൻ കഴിഞ്ഞ് വെളിയിലേക്ക് എനിക്ക് തോന്നുന്നു പാസിന് ഒരു ടൊയോറ്റ കൊറോള കാറാണ്. ആ കാറും എടുത്ത് മീറ്റിംഗ് കഴിഞ്ഞ് പോയി. അവന് ഞങ്ങളെ ആരും കിട്ടാഞ്ഞുകൊണ്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഏതൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആ പാസ്റ്ററിനെ പുറകെ വിട്ടു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ കൊണ്ട് ഈ ദൈവദാസന്റെ വണ്ടിയുടെ പുറകെ പോയി. അവിടെ നിന്ന് മറുവക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 12 കിലോമീറ്റർ അന്ധകാരൻ അഴിയെന്ന് പറയുന്നിടത്ത് കൊണ്ടുപോയി പാസ്റ്ററിന്റെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ ബൈക്ക് കൊണ്ട് നട്ടം വെച്ചു. പാസ്റ്റർ വിചാരിച്ചു ഒന്നെങ്കിൽ സുവിശേഷ വിരോധികളായിരിക്കും എന്നെ ഉപദ്രവിക്കാൻ വന്നത്. അവൻ ഉടനെ ക്ലാസ് താത്തിയപ്പോൾ ഇവൻ ഓടിച്ചെന്ന് ആ വണ്ടിയുടെ അകത്തോട്ട് തലയിട്ടിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഒന്ന് കൈവച്ച് വിട്ടേര്. ഹല്ലേലൂയ. ഒന്ന് കൈവച്ച് വിട്ടേര്. അന്ധകാരൻ അഴി വെച്ച് അവൻ ആ കടത്തീരത്ത് വെച്ച് രാത്രി 12 മണിക്ക് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അതിലൂടെ കൈയിട്ട് ഷാജനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് താൻ പാസ്റ്റർ അല്ല, പക്ഷെ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ കൂടി വരുന്ന കോട്ടയത്തെ ഒരു മെഗാ ചർച്ചിന്റെ പാസ്റ്ററാണ് ആ ഷാജൻ എന്ന് പറയുന്നത്. വില മുടക്കുന്നവന്റെ ഒരഭിഷേകം ഇന്ന് പകൽക്കാലം ദൈവം പകരാൻ പോകുക. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ദൈവസനെ പ്രതികരിച്ചോ. ആരെ കയ്യും കെട്ടി നിൽക്കല്ലേ. ഇന്ന് പകൽ വേളയിൽ ഈ 5ാമത്തെ പകൽ ഒരഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചനാത്മാവിൽ ദൂത് പറയുന്നു. നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയത്, നീ ഉപവസിച്ച് വില മുടക്കുന്നത് ദൈവം മറക്കുന്ന ദൈവമല്ല. ആരൊക്കെയോ എവിടൊക്കെയോ വില മുടക്കിയോ അതിന്റെ 100 അല്ല 200 അല്ല 1000 മടങ്ങ് മടക്കി തരാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് മകൾ ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറ. ആമേൻ. ദൈവദാസനെ, വില മുടക്കുന്നവന്റെ മേലൊരു ദൈവകൃപ വ്യാപരിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഭയങ്കര ആത്മസാന്നിധ്യം ഇവിടെ ഓപ്പൺ ആയി കിടക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാന് സ്തോത്രം ഈ കല്യാണം കഴിച്ചിട്ടുണ്ട്, കല്യാണം നടത്തിയിട്ടില്ല. പക്ഷേ സീനിയർ പാസ്റ്ററായി ഞാന് വിശ്വാസത്തിൽ വന്നിട്ട് കല്യാണം കഴിച്ചു. പിന്നെ പെന്തക്കോസ്ത് ഒറ്റ കല്യാണമേ ഞാൻ കൂടിയിട്ടുള്ളൂ. 3ാമത് എനിക്ക് കല്യാണം നടത്തിയേ പറ്റൂ. എൻ്റെ ശുശ്രൂഷയിൽ എനിക്കൊരു വിവാഹം നടത്തണം. ഒരു ആമേൻ പറ. വിവാഹം നടത്തണം, പക്ഷെ ഞാൻ നടത്തിയിട്ടില്ല. നാളെ സഞ്ജു എന്ന് പറയുന്ന ഒരു പയ്യന്റെ വിവാഹമാണ് കോട്ടയത്ത് വെച്ച്. എനിക്ക് കല്യാണം നടത്തണം. ഞാൻ ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ വൈഫിനെ രാത്രിത്തെ ഊണ് കഴിച്ച് 2 കസേര എടുത്ത് മുന്നിലോട്ടിട്ട് കസേരയെ പിടിച്ചിരുത്തി. എൻ്റെ വൈഫിൻ്റെ പേര് സിന്ധു എന്നാണ്. അടുത്തൊരു തലോണി എടുത്ത് ഒരു കസേര വെച്ച് ഞാൻ കല്യാണം കഴിപ്പിക്കാൻ തുടങ്ങി. 10 മണിക്ക് തുടങ്ങി കല്യാണമാ. 12 മണിയായിട്ടും തീരുന്നില്ല. എന്താണെന്നറിയാമോ? അവൻ ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുക്കുമ്പോ ഉടമ്പടി വാചകം മാറിപ്പോകുന്നു.
അവൻ നിന്റെ സമീപേ നിൽക്കുന്ന അവൻ ഡാഷ് എന്ന ഇന്നാള് അവൻ ഇത് പറഞ്ഞിട്ട് അടുത്ത് പറയുമ്പോൾ എനിക്ക് തെറ്റിപ്പോകുന്നു. അകപ്പാട് പ്രശ്നമായി 10 മണിക്ക് പാദത്തിനെ പിടിച്ചിരുത്തിക്കുക. 12 മണിയായിട്ടും കെട്ടിക്കുന്ന കാര്യമില്ല. അവസാനം ഒടുവിൽ അവളും അടുത്തിട്ട് പറഞ്ഞു, കെട്ടിക്കണേ എനിക്ക് കിടന്നുറങ്ങണം. കാരണം 12 മണിയായിട്ടും കല്യാണം നടത്തി കഴിഞ്ഞിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു, പൊന്നെ നീ ഒന്നിരിക്കെ, ഞാനൊന്ന് കെട്ടിച്ചോട്ടെ. അങ്ങനെ 1:30 മണി വരെ ഞാൻ ഇരുത്തി കെട്ടിച്ചു. ആമേൻ. ഇതെല്ലാം കഴിഞ്ഞ് മാമൻ മാപ്പിള ഓഡിറ്റോറിയത്തിൽ കോട്ടയത്ത് ചെന്നു, കല്യാണം നടത്താൻ ചെന്നു. എൻ്റെ പൊണ്ണ് ദൈവമക്കളെ, സത്യമായിട്ട് ഞാൻ പറയുക, അന്ന് ദൈവം എന്നോട് കരുണ കാണിച്ചു. ഞാൻ അവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ പുറയിലൊരു പെങ്കൊച്ചു നിപ്പുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ആ നിൽക്കുന്ന പെൺകുട്ടിയോട് അരുളപ്പാട് പറയണം. ഒരു യാക്കോബ് പെൺകുട്ടിയാ, 19 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവളാ. ആമേൻ. വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ പുറകെ നിൽക്കുന്ന ആ കൊച്ചിനോട് ദൈവം പറയുന്നു, 19 വർഷമായി നിനക്ക് കുഞ്ഞുങ്ങളില്ല. ആ കല്യാണ വീട്ടിൽ ഏറ്റവും അടുത്തൊരു പെൺകുട്ടിയാ. അവൾ ഓടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, 19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല. കല്യാണ ശുശ്രൂഷ ആത്മീക ശുശ്രൂഷയായി മാറി. അതുകൊണ്ട് ഒരു കാര്യം നടന്നു, ഉടമ്പടി വാചകം ചൊല്ലിയൊന്നും ആരും കേട്ടില്ല. ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ കടാക്ഷിച്ചു. ഇന്ന് ഞാൻ ഉറക്കത്തിലും കല്യാണം നടത്തും. എത്ര കല്യാണം ഞാൻ നടത്തി എനിക്ക് തന്നെ അറിയത്തില്ല. 700-ലധികം കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിച്ചു. 100 കണക്കിന് വിവാഹങ്ങൾ ഞാൻ നടത്തി. പക്ഷേ ആദ്യം നടത്തിയത്, വില കൊടുത്തത് ഇന്നും മറന്നിട്ടില്ല. ഒരു ദൂത് മനസ്സിലായോ? വില കൊടുക്കുന്നവനെയാ ദൈവത്തിന് ഇഷ്ടം, വില കൊടുക്കാത്തവനെ ദൈവത്തിന് വേണ്ട. പർവ്വതത്തിൽ കയറിയ ഒരു മോശയുണ്ട്. അവൻ 40 രാവോ 40 പകലോ പർവ്വതത്തിൽ ഇരുന്ന് വെള്ളം പോലും കുടിക്കാതെ വില മുടക്കിയ ആ മോശയുടെ ദൈവത്തിന്റെ പ്രമാണം ദൈവം കൈമാറിയത്. ഈ പകൽ എത്ര പേരുണ്ട് ദൈവസന്നിധി വില മുടക്കാൻ? ഹല്ലേലൂയ. കരമടിച്ച ദൈവത്തിന് നന്ദി പറ, കരമടിച്ച ദൈവത്തിന് നന്ദി പറ. വില മുടക്കുന്നവരുടെ മേൽ ഒരഭിഷേകത്തിന്റെ കൈമാറ്റം. യെസ്, ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഒരഭിഷേകത്തിന്റെ കൈമാറ്റം നിന്റെ മേൽ വരാൻ പോകുക. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ എവിടെ ഇരുന്നാണോ ഇന്ന് മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ നടുവില് ഇറങ്ങി വന്ന് വില മുടക്കുന്നവനെ മാനിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ ഈ പകൽ ഇതിന്റെ നടുവിലുണ്ട്. ആ ഫില്ലറിന്റെ ആ സൈഡിലിരിക്കുന്ന യവനക്കാരൻ, മോനെ നീ ഒന്ന് എഴുന്നേറ്റ്, മോനെ നീ തന്നെ, യെസ് ഒന്ന് എഴുന്നേറ്റിരുന്നോ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു ആലോചന നിനക്ക് കൈമാറുകയാണ്. ആമൻ. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉഴപ്പ്, ഞാൻ അങ്ങനെ അങ്ങ് പറയുക, ഒരു ഉഴപ്പ് കാണിക്കാതെ ജീവിതത്തിൽ അങ്ങുമിങ്ങും അവൻ നോക്കി അവൻ സമയം കളയാതെ, കുഞ്ഞെ നീ ദൈവസന്നിധി വില മുടക്കി വിശുദ്ധിയോടെ ദൈവകൃപയോടെ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ കുറിച്ചു വെച്ചോ, അടുത്ത 2025 ശുശ്രൂഷയുടെ കളങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഓപ്പണാക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. കരമടിച്ച് ദൈവസന്നിധിയിൽ ആരാധിച്ച് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഇന്ന് പകൽ ദൈവം അഴക്കാൻ പോകുകയോ. ജീസസ്, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. വില കൊടുക്കാതെ ലഭിച്ച അഭിഷേകത്തിന് വില കൊടുക്കേണ്ട സ്ഥാനത്ത് വില കൊടുക്കാതെ പോയത് കൊണ്ട് അഭിഷേകം നഷ്ടപ്പെട്ടു. ഈ വില കൊടുക്കാതെ കിട്ടുന്ന എല്ലാത്തിനും വില ഉണ്ടാകത്തില്ല. ഒരാമേൻ പറ. ഞങ്ങളൊക്കെ സന്തോഷമല്ലേ? ഈ ചോറ് കഴിക്കുമ്പോഴും കറിയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴേ 2 ചോറ് മേശപ്പുറത്ത് വീണാൽ ഞാൻ ആ ചോറ് പെറുക്കി പാത്രത്തിലിട്ട് കഴിക്കും. കഴിഞ്ഞ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് നിന്ന് ചിക്കൻ്റെ ഒരു പീസ് താഴെ പോയപ്പോൾ ഞാൻ അവതെടുത്തോട്ട്. അപ്പം എന്നോട് ഈ മക്കൾ പറഞ്ഞു, പപ്പ ഇപ്പടി ലോക്കലല്ലേ?
പപ്പ ഇപ്പോഴും പറ ലോക്കലാ അല്ലേ? അത് പറയാം. ഞാൻ മക്കളെ, എന്തുകൊണ്ട് പപ്പ ലോക്കലായി എന്നുകൂടി ഒന്ന് പറയാം. 12 മക്കൾ, ഞങ്ങൾ 12 പേരാ വീട്ടിൽ. അപ്പൻ്റെ ജോലി എന്നാ? മത്സ്യബന്ധനമാണ്. കിട്ടുന്നത് എന്താ? വളരെ തുച്ഛം. ആമേൻ. ഉപവാസപ്രാർത്ഥനക്ക് പറയാൻ പറ്റിയില്ല അങ്ങ് പറയുക. ഇറച്ചിയൊക്കെ ഞങ്ങൾ കാണുന്നത് വർഷത്തിൽ 2 ദിവസമാണ്, ക്രിസ്മസിനും ഈസ്റ്ററിനും. അത് വാങ്ങിച്ചാൽ വളരെ തുച്ഛം. എല്ലാവരും കൂടി ഒപ്പിക്കാൻ 1/2 കിലോ മേടിച്ച 2 കിലോ ഉരുളക്കിഴങ്ങാണ്. 2 കിലോ ഉരുളക്കിഴങ്ങ്. ഇറച്ചി അവൻ കറിക്കകത്ത് കാണണമെങ്കിൽ മറ്റേ ലെൻസ് വെച്ച് നോക്കണം, അതുപോലെ ചെറുതാക്കിയിട്ട്, എന്നാലേ എണ്ണ ഒപ്പിക്കാൻ പറ്റൂ. 2 പീസും 2 ഉരുളക്കിഴങ്ങും. ചോറ് പിന്നെ പഞ്ഞമില്ല, ചോറ് കിട്ടും. ഈ ചോറ് മുഴുവൻ തിന്നാൻ ഇതിങ്ങനെ മുറിച്ച് തിന്ന ഒരു ചരിത്രമുണ്ട്. ഇപ്പൊ ഒരു ചിക്കൻ ഒരുത്തം കഴിക്കുന്ന അവനാ നമ്മൾ ഈ ലോക്കലായത്. ഒരു സഹോദരൻ പറഞ്ഞു, KFC-യിൽ ഒരു ബക്കറ്റ് മേടിച്ചു കൊടുത്താൽ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരും, ഒരു ബക്കറ്റ് തീരും. അതാ ഇപ്പോഴത്തെ തലമുറ അല്ലേ? അപ്പൊ ഇവർക്ക് ഇത് താഴെ വീണ് എടുത്ത് കഴിച്ചപ്പോ നമ്മൾ ആരായി? ലോക്കലായി. കാരണം ഇതില്ലായിരുന്നു, ഇത് കഴിച്ചിട്ടില്ല അല്ലേ? ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു വീട്ടിൽ വിരുന്നുകാർ വരാൻ. എന്തിനാണെന്നറിയോ? വിരുന്നുകാർ വന്നാൽ ഒരു കൂടി മിക്സർ മേടിക്കും, അവർ 2 സ്പൂണേ കഴിക്കൂ, ബാക്കി കഴിക്കാമല്ലോ. മനസ്സിലായില്ലല്ലേ? ഇന്നിവിടേക്ക് വില കൂടിയ വാഹനത്തിനകത്തും വില കൂടിയ വസ്ത്രങ്ങളും അനുഭവങ്ങളും ഒക്കെ ദൈവം നടത്തുമ്പോ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ദൈവം നടത്തിയ ചില വിധങ്ങൾ കരമടിച്ചു ദൈവത്തെ ആരാധിച്ച് എന്നോട് പരിശുദ്ധൻ പറയുന്നു, ദൈവം നിന്നെ എവിടെ മാനിച്ചാലോ, ദൈവം നിന്നെ എത്ര മാനിച്ചാലോ ഒരിക്കലും മറക്കല്ലേ. ദൈവം നടത്തിയത് മറക്കല്ലേ. ഹല്ലേലൂയ. ദൈവം നടത്തിയത് മറക്കരുത്, ദൈവം കൊണ്ടുവന്നത് മറക്കരുത്. ഈ 5-ാമത്തെ ദിവസം വളരെ ശക്തമായിട്ട് പറയുകയാണ്, ഒരിക്കലും മറക്കരുത്. ദൈവസന്നിധിയിൽ എവിടെ നിന്ന് ദൈവം നിന്നെ കൊണ്ടുവന്നു അത് മറന്നു പോകരുത്. വില മുടക്കിയവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരാള് ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യൻ താൻ ഉപയോഗിച്ചൊരു ഷർട്ട് കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് കൊടുത്തു. അപ്പം ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുക. കൊടുത്ത സമയം നല്ല ഷർട്ട്, ആരുടെ അല്ല, ആരോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഷർട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അത് പുള്ളി ചോദിച്ചു, ഇട്ടതാണോ? ഇട്ടതാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് മേടിച്ചു. ഞാൻ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. കാരണം ജോജി പാസ്റ്റർ, ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഷർട്ട് മുഴുവൻ എറണാകുളം ഹൈക്കോർട്ടിൻ്റെ വാതിക്ക് 200 രൂപയ്ക്ക് വെള്ള ഷർട്ട് തൂക്കിയിടും. എൻ്റെ ഷർട്ട് മുഴുവൻ അതായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പിള്ളേരുടെ നടുവിൽ എൻ്റെ ഷർട്ട് അതായിരുന്നു. കുമാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, 200 രൂപ ഉള്ളു പാൻറ്, അതായിരുന്നു. അന്ന് ഈ പലരും വിട്ടു പോകുന്ന കമ്പനി കാണുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരെണ്ണം കിട്ടാൻ. അങ്ങനെ കിട്ടപ്പോഴോ കൊണ്ടുവന്ന് നീട്ടുമ്പോൾ ആരാ മേടിക്കാത്തെ? എനിക്ക് ആരിട്ട് തന്നാലും ഞാൻ മേടിച്ചിടും. ആര് കുടിച്ചു തന്നാലും ഞാൻ കുടിക്കും, ആര് കഴിച്ചതിന് ബാക്കി തന്നാലും ഞാൻ കഴിക്കും. കാരണം അതിന്റെ വില മനസ്സിലാക്കിയതാ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമോ? ആമേൻ. ശൗലേ, നിന്റെ ജീവിതത്തെ പറ്റി എന്നാന്നറിയോ? അത് വില കിട്ടാതെ, വില മുടക്കാതെ കിട്ടിയതാ. എന്നാൽ അഭിഷേകം നഷ്ടപ്പെട്ട്, ദൈവകൃപ നഷ്ടപ്പെട്ട് ശൗല് മാറിപ്പോയപ്പോൾ ശമൂവേൽ കരയുമ്പോൾ ദൈവം വന്ന് പറയുന്നു, ശമൂവേലേ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ കരയുന്നത്? ഞാനൊരു ദേശത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരുത്തൻ മാറിപ്പോയപ്പോൾ, ഒരുത്തൻ പിന്മാറിപ്പോയപ്പോൾ, ഒരുത്തൻ വിട്ടുപോയപ്പോൾ ദൈവത്തിന്റെ കണ്ണ് ഒരു ദേശത്തിന്റെ മേൽ പകർന്നു. ആ ദേശമാണ് ബെത്ലഹേം. ബെത്ലഹേമിൽ ഒരു കുടുംബത്തിന്റെ മേൽ പകർന്നു. അതാണ് ഈശായിയുടെ കുടുംബം. ഈശായിയുടെ കുടുംബത്തിനകത്ത് ദൈവം ഒരു വ്യക്തിയുടെ മേൽ ആ കണ്ണ് പതിപ്പിച്ചു. അത് ദാവീദിന്റെ മേലാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരു അരുളപ്പാട് വിളിച്ചു പറയുന്നു. 5-ാമത്തെ ദിവസം ദൈവത്തിന്റെ കണ്ണ്
കണ്ണ് ചിലരുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. ഈ അഞ്ചാമത്തെ ദിവസം ഒരഭിഷേകത്തിന് വേണ്ടി പ്രതികരിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ ആരാധിച്ച് പ്രതികരിച്ചോ. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് ഈ മീറ്റിംഗ് കൂടിയാലും അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്ക്. ദൈവ ഒരു ദേശത്തെ കണ്ടു, ദൈവ ഒരു കുടുംബത്തെ കണ്ടു, ദൈവ ഒരു വ്യക്തിയെ കണ്ടു. ദൈവത്തിന്റെ ദാസനായ, ദൈവത്തിന്റെ അഭിഷിക്തനായ, ദൈവത്തിന്റെ പ്രതിപുരുഷനായ ദാവീദിന് ഈ അഞ്ചാമത്തെ ദിവസം ആത്മാവ് ഞാൻ ദൂത് പറയുന്നു, ദൈവം ചിലര് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ആത്മാവില പ്രവചിച്ചു പറയുന്നത് ഈ അഞ്ചാമത്തെ ദിവസം ദൈവം ചിലര് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ബെത്ലഹേമിൽ ഈശോയുടെ ഭവനത്തിൽ ഒരു ദാവീദിനെ കണ്ടതുപോലെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ഇന്ന് പകൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. പ്രതികരിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോ. അവൻ ബെത്ലഹേമിൽ ഈശോയുടെ ഭവനത്തിൽ ദാവീദിനെ കണ്ടെങ്കിൽ ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നിന്റെ കുടുംബത്തെ ദൈവം ഇന്ന് പകൽ കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറയെ ദൈവം കണ്ടിട്ടുണ്ട്. ചിലത് മാറിപ്പോയിടത്ത്, ചിലത് വീണുപോയിടത്ത്, ചിലത് കൃപ നഷ്ടപ്പെട്ടു പോയിടത്ത് ദൈവത്തിന്റെ കൃപ ഏറ്റെടുപ്പാൻ, ദൈവത്തിന്റെ അഭിഷേകം ചുമക്കാൻ ദൈവം ഇന്ന് പകൽ ചിലതിന് ഇതിന്റെ നടുവിൽ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഈ അഞ്ചാമത്തെ ദിവസം എന്താ ഈ ദൈവസഭയോട് പറയേണ്ടത്? കർത്താവ് എന്നോട് പറഞ്ഞു, ചിലത് അഭിഷേകം നഷ്ടപ്പെടുത്തി, ചിലത് കൃപ നഷ്ടപ്പെടുത്തി, ചിലത് ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി പോയെടുത്ത് ചില കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബത്തിനകത്ത് ചില തലമുറകളെ ദൈവം കണ്ടിട്ടുണ്ട്. ഈ അഞ്ചാമത്തെ ദിവസം ഞാൻ പ്രവചിച്ചു പറയുന്നു, കുറിച്ചു വെച്ചോ, നിന്റെ തലമുറയെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. പോരാ പോരാ പോരാ, ശക്തിയോടെ ദൈവജനമെന്ന് പ്രതികരിച്ച് കരമടിക്കണമെങ്കിൽ ശക്തിയോടെ കരമടിച്ചോ, കരമടിക്കണമെങ്കിൽ ശക്തിയോടെ കരമടിച്ചോ. അന്യഭാഷ പറയണമെങ്കിൽ ശക്തിയോടെ അന്യഭാഷ പറഞ്ഞോ. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ആ തെരഞ്ഞെടുപ്പ് ഇന്ന് പകൽ ദൈവം പകരുകയാ. Thank you, Jesus. ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. മോളെ, ആ മൂലകരിക്കും സ്വന്തം എഴുന്നേറ്റ് നിൽക്കാമോ? പരിശുദ്ധാത്മാവ് എന്നോട് ഒരു അരുളപ്പാട് പറയാൻ പറയുന്നുണ്ട്. പറയുക മോളെ, നാലാം സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്. 4-ാം സങ്കീർത്തനം ഒന്നെടുത്ത് വായിച്ചേ. നിന്നെടുത്തേ. ആ കുട്ടിയോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ തിരുവചനത്തിലൂടെ പറയാം. ഒന്ന് വായിച്ചവനെ. സങ്കീർത്തനം 4. എന്റെ നീതിയായ ദൈവമേ, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. കുഞ്ഞെ, ഈ ഉപവാസത്തിന്റെ നടുവിൽ ചില വിഷയത്തിന് വേണ്ടി നീ കരഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. നീ കരഞ്ഞുകൊണ്ടിരിക്കുക, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അടുത്ത വാക്യം, ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ദൈവം എനിക്ക് എന്ത് വരുത്തി? ഈ അഞ്ചാമത്തെ ദിവസം മോളെ നിന്നോട് പറയുക, നിന്റെ ഞെരുക്കത്തെ ദൈവം മാറ്റി ഒരു വിശാലത നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവം കൽപ്പിക്കാൻ പോകുക. പ്ലീസ് ഒന്ന് പ്രാർത്ഥിച്ചേ. അവിടെ കുടുംബം എല്ലാവരും പ്രാർത്ഥിച്ചോ. അവിടെ കുടുംബത്തിനകത്ത് ഒരു അസാധാരണ വിടുതൽ ദൈവം ചെയ്യാൻ പോകുക. പറ്റുമെങ്കിൽ ഒന്ന് ആത്മാവിൽ ആരാധിച്ചേ. മോളെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, പലതും തുറന്നു പറയാൻ കഴിയാതെ, പലതും പുറത്ത് പറയാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളിൽ നീ ഞെരങ്ങുമ്പോൾ ഈ പകൽ ആത്മാവിനോട് പറയുന്നു, ദൈവം ഒരു കൈ പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പോലെ ഒരു കര നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്ന് പകൽ നീണ്ടു വരികയാ. ഒരു കരം ഇന്ന് പകൽ നിന്റെ മേൽ നീണ്ടു വരികയാ. ആ കരം ചെറുതല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉയരത്തിൽ നിന്ന് അവൻ കരം നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ വലിച്ചു കയറ്റി എന്ന് പറയുന്ന പോലെ ചിലതിന് അഞ്ചാമത്തെ ദിവസം ദൈവം വലിച്ചു കയറ്റുകയാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം ഒരു ദേശത്തെ കണ്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ ദേശത്തിൽ ഒരു കുടുംബത്തെ കണ്ടു. പറ, ആ കുടുംബത്തിൽ ദൈവം ഒരുത്തനെ കണ്ടു.
അവന്റെ പേരാണ് ദാവീദ്. അവന്റെ പേരാണ് ദാവീദ്. പക്ഷെ ദാവീദിനെ ദൈവം കാണുമ്പോൾ, ദാവീദിനെ ദൈവം സെലക്ട് ചെയ്യുമ്പോൾ, ദൈവം തന്നെ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 1 ശമൂവേൽ 13:14 നമ്മുടെ കുറിവാക്യം. ഇപ്പോഴോ വായിച്ചേ. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായി. 13:14 വായിച്ചു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചത്. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ ഒരു ദൈവശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നേ. ഈ ചിലരുടെയൊക്കെ ധാരണ, ദൈവം ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നാൽ ആയുഷ്കാലം മുഴുവൻ അവിടെ അങ്ങനെ തന്നെ നിൽക്കുമെന്ന. എടുത്ത് തമ്പുരാൻ എറിയും. അത് നീ അല്ലലിയൊന്നും പോരാ. ചിലരുടെയൊക്കെ ചിന്ത ചിരഞ്ജീവിയാന്ന, അല്ലേ? ഒരു സ്ഥാനത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിരുത്തിയാൽ അവിടെ ആയുഷ്കാലം മുഴുവൻ ഇരുത്തുമെന്നാണ് നീ ചിന്തിച്ചതെങ്കിൽ തെറ്റുപറ്റി. ആക്കുന്നവൻ എടുത്തു മാറ്റാൻ സെക്കൻഡ് മതി. പോരാ. മനസ്സിലായില്ലല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ. ഒരിക്കലേ ദൈവം വല നന്നാക്കിക്കൊണ്ടിരുന്ന ശീമോനെ വിളിച്ചപ്പോൾ തമ്പുരാൻ കണ്ടൊരു ദൂതുണ്ട്. 12 അടി വീതിയുള്ള കുരിശിന്റെ പാതയിൽ കുരിശിന്റെ ഘനം കൊണ്ട് മുതുക് താഴുമ്പോൾ, അടിച്ചു മുറിവേറ്റ ശരീരം ഉടഞ്ഞു താണു പോകുമ്പോൾ, ആ കുരിശിന്റെ അറ്റം താങ്ങാൻ ശീമോനെ നീ കാണുമെന്ന് കരുതിയാ നിന്നെ വിളിച്ചത്. പക്ഷേ ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ എന്നെ തള്ളിപ്പറഞ്ഞറിയത്തില്ലെന്ന് പറഞ്ഞ ആണയിട്ട് ശപിച്ചു പോയപ്പോ നീ വിചാരിച്ചോടാ ശീമോനെ എനിക്ക് വേറെ ആളെ കിട്ടില്ലെന്ന്. പോമോനെ ശ്രദ്ധിക്ക്, നിനക്ക് പകരം ഞാന് ആഫ്രിക്ക എന്ന് കൊണ്ടുവരൂടാ ശീമോനെ. മനസ്സിലായില്ലല്ലേ? അച്ഛാ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേരെ. ദൈവം നിനക്ക് തന്ന അവസരം നീ ചൊവ്വന്നര് ഉപയോഗിച്ചില്ലെങ്കിൽ മസാല വിറപ്പിച്ച് കോളറൊന്നും പോക്കണ്ട. നിന്നെയൊക്കെ മിടുക്കനെ ഈ പന്തലിൽ കൊണ്ടുവന്ന് ഇരുത്താൻ എന്റെ ദൈവത്തിനറിയാം. അതിന് ഈ കയ്യടി പോരാ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് ഹല്ലേലൂയ. ഞാന് സ്തോത്രം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചർച്ച മീറ്റിങ്ങിന് വന്നപ്പോ എന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് വേറൊരു പുള്ളിയാ. അപ്പൊ ഇന്ന് കൊണ്ടുവന്ന ആളോട് ഞാൻ ചോദിച്ചു, അന്ന് ഒരു ടാറ്റ സഫാരിക്ക എന്നെ കൊണ്ടുവന്നത്. പുള്ളി ഇപ്പൊ എവിടെ? പുള്ളി ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. കുറെ നാള് അതിനു മുമ്പ് വേറൊരു ചർച്ചിൽ ട്രിവാൻഡ്രത്ത് വന്നപ്പോ എന്നെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ പുള്ളിയാ വന്നേ. അന്ന് ആ ചർച്ചിൽ, പിന്നെ ഈ ചർച്ചിൽ ഇപ്പൊ എവിടെയാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ വല്ലതും ഈ കൂട്ടത്തിൽ ഉണ്ടോ? ആമേൻ. ഞങ്ങളുടെ ഭാഷയെ പറയും, ഈ തുലാവർഷം മഴ വരുമ്പോൾ ആമേൻ ഈ വയലോരത്തുനിന്ന് ചാടി വരുന്ന മാക്രികളുണ്ട്. മാക്രി തവളകൾ. അങ്ങനെ വല്ല മാക്രി തവളകൾ ഇവിടെ ഉണ്ടോ? ഒരു ചെറിയ ഉണർവിന്റെ മഴ വന്നപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി, ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി. അടുത്തിരിക്കുന്ന ആളോട് പറ, ഞാൻ മാക്രിയല്ല. തൻ്റെ ഇടത്തോടെ പറ, ശരിക്കങ്ങ് പറ, ഞാനെന്തല്ല. അടുത്ത പുതുമഴ വരുമ്പോൾ അവൻ ചാടാൻ അവസരം കിട്ടി. അടുത്തടത്തോട്ട് ചാടി, അവിടെ നിങ്ങോട്ട് ചാടി. അയ്യോ, എന്താ കഷ്ടം. ഇതൊന്ന് കുറിച്ചു വെച്ചോ. എന്നെ ദൈവം നിർത്തിയിരിക്കുന്ന ആ നിലവാരത്തിൽ നിന്ന് മാറിപ്പോവരുത്. ഒരു വാക്യം എനിക്കൊന്ന് എടുത്തു വായിപ്പിക്കണമെന്നുണ്ട്. ഞാൻ ഒരല്പം ശാന്തമായിട്ട് ഈ തിരുവചനം നിങ്ങളുടെ അകത്തിട്ടിട്ട് പോകൂ. ആമേൻ. ദാനിയേൽ പ്രവചന പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്. ദാനിയേൽ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഒന്ന് തന്നെ കുറിച്ചിട്ട് വരും.
ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് വായിച്ചപ്പോ വന്ന അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവൻ എന്ത് ചെയ്യുന്നു? കൊടുക്കുകയും. ഈ കുറിവാക്യം ഒന്ന് കുറിച്ചിട്ടേക്കണേ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്റെ മേൽ വാഴുന്നു, അതിനെ തനിക്ക് ബോധിച്ചവൻ എന്ത് ചെയ്യുന്നു? കൊടുക്കുകയും. അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു. ഇത് ശ്രദ്ധിച്ചേക്കണം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്റെ മേൽ വാഴുന്നു, അതിനെ തനിക്കാർക്ക് കൊടുക്കുന്നു? ബോധിച്ചവന് കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം, അധമനായവനെ, കഴിവില്ലാത്തവനെ, വിലയില്ലാത്തവനെ, വില കുറഞ്ഞവനെ, വിദ്യാഭ്യാസമില്ലാത്തവനെ, പഠിപ്പില്ലാത്തവനെ, ഗ്ലാമർ ഇല്ലാത്തവനെ, ഒരു കഴിവും ഒന്നുമില്ലാത്തവനെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് ഒരുപാട് ദിവസം വേണ്ട, ഒരൊറ്റ സെക്കൻഡ് മതി. അത് വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചു ദൈവത്തെ ഒന്നാരാധിച്ച് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ഒരു ദൂത് പറയുക, അവൻ നിഗളിക്കരുത്, അഹങ്കരിക്കരുത്. താഴ്മയോടെ നിൽക്കുന്നവിടെ ദൈവത്തിന്റെ കൃപ ചലിക്കാൻ പോകുകയാണ്. ദൈവ സ്റ്റേജ് തന്നതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. ദൈവം ഒരു സ്ഥാനം തന്നതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. ഒരു ഹല്ലേലൂയ പറ. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം, ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് പറയുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുക. ഞാൻ മിനിഞ്ഞാന്നൊക്കെ ദൈവദാസന്മാരുടെ ക്ലാസ്സുകളായിരുന്നു. അപ്പം ഞാൻ ഈ ദൈവദാസന്മാരോട് പറഞ്ഞ കാര്യമുണ്ട്. യേശു തമ്പുരാൻ ജീവിച്ചിരുന്ന കാലത്ത് യേശുവിൻ്റെ അടുക്കൽ ഏത് കൊച്ചു കുഞ്ഞിനും ചെല്ലാമായിരുന്നു. യേശുവിന്റെ അടുക്കൽ ഏത് കൊച്ചു കുഞ്ഞിനും ചെല്ലാമായിരുന്നു. യേശുവിന്റെ മടി കയറി ഇരിക്കാമായിരുന്നു, യേശുവിന്റെ ചാര ഇരിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ എഴുന്നേക്കുന്ന ചില അഭിഷിക്തന്മാരും കൂണുമൂലം മുളക്കുന്ന ചില ദൈവദാസന്മാരും എന്ന് പറയുന്നവരുടെ അടുക്ക ചെല്ലാൻ കഴിയില്ല. അവർക്കൊന്ന് കൈ കൊടുക്കാൻ കഴിയത്തില്ല, അവിടെ ഒന്ന് സംസാരിക്കാൻ കഴിയില്ല. ദൈവത്തെക്കാൾ മാന്യതയും ദൈവത്തെക്കാൾ മഹോന്നതയും കൊണ്ടു നടക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. ആരൊക്കെ കേട്ടാലും കേട്ടില്ലേലോ അവരോട് ദൂത് പറയുക, അഹങ്കരിക്കരുത്. ദൈവത്തിനെടുത്ത് മാറ്റിക്കളയാൻ നിമിഷ നേരം മതി. അഹങ്കരിക്കരുത് മോനെ. എന്തെങ്കിലും ദൈവം പഠിപ്പിച്ചെങ്കിൽ അഹങ്കരിക്കരുത്. ദൈവം എന്തെങ്കിലും കഴിവ് തന്നെങ്കിൽ അഹങ്കരിക്കരുത്. ഒരു ഹല്ലേലൂയ എന്ന് പറ. ഞങ്ങൾ ആരെ കണ്ടാലും ഇവിടെ പോയി കീബോർഡ് വായിച്ച ഞങ്ങളുടെ മോൻ അലക്സ, അവള് ചോദിച്ചു നോക്ക്. ഞങ്ങൾ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും അവിടെ കെട്ടിപ്പിടിക്കും, അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കും, അവരോടൊപ്പം നടക്കും, അവരോടൊപ്പം കിടന്നുറങ്ങും. ദൈവം മാനിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാമോ? ഉയർത്തുന്നതനുസരിച്ച് താഴ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറ, ഒരു ഹല്ലേലൂയ പറ. അല്ലേ, ദൂത് മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യ്. ദൈവം മാനിച്ചതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ? മക്കളെ മറക്കരുത്, ദൈവം ഉയർത്തുന്നതനുസരിച്ച് ജീവിതത്തിൽ താഴ്മ ധരിച്ചേക്കണം. ആ വാക്യത്തിൽ ഒന്ന് വായിച്ചേ. അവിടെ വായിക്കുകയാണ്, നമ്മൾ ഒന്നാമത്തെ വാക്യം വായിച്ചത് ശമൂവേലിന്റെ പുസ്തകം. ഇപ്പോഴോ നിന്റെ രാജ്യത്വം എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കയില്ല. അടുത്തത്, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായിക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷൻ. അപ്പൊ ദൈവകൽപ്പന പ്രമാണിക്കാതെ വന്നാൽ ദൈവം നീ നിൽക്കുന്നിടത്ത് നിന്നെ മാറ്റിയിട്ട് ദൈവം ബോധിച്ചവനെ കേറ്റും. സ്തോത്രം, സ്തോത്രം. ഒരല്ലല്ലോ പറ. എന്റെ കൂടെ ഇന്ന് വണ്ടി ഓടിക്കാൻ പ്രിയ റേച്ചാൻ കണ്ടു. ഇന്ന് വണ്ടി ഓടിക്കാനായിട്ട് ഒരു അങ്കിളാ വന്നേ. ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിച്ചിരുന്ന ആ പ്രിയ അങ്കിൾ, ഒരു കമ്പനിയുടെ MD ആയിരുന്ന ആ ഒരു മനുഷ്യൻ എൻ്റെ കൂടെ, പക്ഷേ ഞാൻ വന്ന് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് ഇന്ന് വന്ന് എൻ്റെ വണ്ടി ഓടിച്ച് ആ മനുഷ്യൻ വരിക. താൻ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഞാൻ അവിടെ ഇരുന്ന് അറിയാതെ ചിന്തിച്ചു. മലയാളം പോലും എഴുതാനോ വായിക്കാനോ അറിയാതിരുന്ന എന്നെ പിടിച്ച് ദൈവം മുമ്പിൽ ഇരുത്തിയിട്ട് ഇത്രയും വലിയൊരു കമ്പനിയുടെ MD കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് എന്നെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ എന്നെ അഹങ്കരിക്കാനാ?
ഗൗരവത്തോടെ കാര്യം പറയാം. ഇന്നുള്ളതെല്ലാം എറിഞ്ഞു കളയാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ആനപ്പുറത്ത് ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ, ആനയ്ക്ക് മഥമിളകുമ്പോൾ ആ തുമ്പിക്കൈ പൊക്കി ആ മനുഷ്യനെ കോരിയെടുത്ത് നിലത്തിട്ട് ചവിട്ടി അരക്കുന്നത് പോലെയല്ലേ വയനാട് ചൂരൽമലയിൽ കിടന്നുറങ്ങിയവരെ മുഴുവൻ ഒഴുക്കിയത്? അല്ലേ? കലിതുള്ളുന്ന ആനയുടെ പാപ്പാനെ വലിച്ചിട്ട് താഴെയിട്ട് ചവിട്ടി കൂട്ടുന്ന പോലെയല്ലേ ഒറ്റ രാത്രി കൊണ്ട് ആ ദേശത്ത് താണ്ഡവമാടിയത്? തൊട്ടടുത്ത അരുവിയിലൂടെ ആയിരക്കണക്കിന് മനുഷ്യന്റെ കൈകൾ കാലുകൾ അവൻ ബന്ധം വിട്ട് ഒഴുകിപ്പോയപ്പോൾ അതുകൊണ്ട് വന്ന് കൂട്ടിവെച്ചിട്ട് കളക്ടർ പറയുക, ഇതിലേതൊക്കെയാണ് ശരീരത്തിൽ കൂട്ടിയോജിപ്പിക്കേണ്ടത് എന്നറിയാതെ വിഷമിക്കുന്നു എന്ന് പറഞ്ഞ ചരിത്രം കഴിഞ്ഞിട്ട് മാസങ്ങളല്ലേ ആയുള്ളൂ. കുഞ്ഞേ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ 5-ാമത്തെ ദിവസം പറയുക, അഹങ്കരിക്കരുത്, താഴ്മയോടെ നിൽക്കണം. എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും അടുത്തിരിക്കുന്ന ആളോട് പറ, കൈ കൊടുത്ത് പറ, എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര പണശ്രേഷ്ഠതയുണ്ടെങ്കിലും, എത്ര ആളും ബലവും ഉണ്ടെങ്കിലും തമ്പുരാന്റെ മുമ്പിൽ അഹങ്കരിക്കരുത്. ഇതൊന്നും നിലനിൽക്കയില്ല, നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. ഇതെന്നും നിലനിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടോ. കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. കിട്ടിയ അവസരങ്ങൾ തമ്പുരാനെ സ്തുതിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട്, അല്ല ഇന്ന് പകൽ ആരാധിക്കാതെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് അല്പം കൈയടിക്കാം എന്ന് പറഞ്ഞിരുന്നാൽ വൈകിട്ട് ആയുസ് ഉണ്ടെങ്കിലല്ലേ കൈയടിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആയുസ് തന്ന സമയം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. ശക്തമായ ഒരു ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാന് മറ്റൊരു വാക്യം വായിപ്പിക്കാം. ആമേൻ. ഒന്നെടുത്ത് അപ്പോസ്തലപ്രവൃത്തി ഒന്നെടുത്ത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. എടുത്തോ. അപ്പോസ്തലപ്രവൃത്തി 13:22. കീസിന്റെ മകൻ സൗലിനെ അവനെ 40 ആണ്ടേക്ക് അല്ലേ അവനെ നീക്കിയിട്ട് 22 അവനെ നീക്കിയിട്ട് എല്ലാരും ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി അല്പം ഗൗരവത്തോടെ തൻ്റെ ഇടത്തോട് പറ, നിന്നെയും എന്നെയും നീക്കാൻ ദൈവത്തിന് ഇച്ചിരി നേരം മതി. ഒന്ന് പറഞ്ഞു അടുത്തിരിക്കുന്ന ആളോട് പറ, എന്നെ നിന്നെ നീക്കാൻ ദൈവത്തിന് ആ നിമിഷ നേരം മതി. അവനെ ഇപ്പോ അവിടെ ഇരുന്നൊരു മോൻ നല്ലവണ്ണം മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇന്ന് അവിടെ ഇരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ മോൻ എല്ലാവരും വേറൊരു മോനായിരുന്നു. സഹോദരൻ, അവനെ നീക്കിയിട്ട് അടുത്ത ആളെ കൊണ്ടുവരാൻ ദൈവത്തിന് നിമിഷം നേരം മതി. അവനോട് വിശ്വസ്തനാണെങ്കിൽ അവൻ അവിടെ കാണും. അല്ലെങ്കിൽ അടുത്ത ഉപവാസ പ്രാർത്ഥന അതിനേലം മിടുക്കനായും വരും അല്ലേ? ചിലപ്പോ ഏറ്റവും വലിയ സംഗീതജ്ഞന്മാർക്ക് സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നവരായിരിക്കും ഇവിടെ വരുന്നത്. അവനെ നീക്കിയിട്ട് അപ്പൊ തമ്പുരാൻ ഒരുവനെ നീക്കാൻ, ഒരുവനെ വാഴിക്കാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, നമ്മുടെ ആലോചന വേണ്ട. ഇന്ന് രാത്രി ദൈവം വിചാരിക്കുന്നു ഇവനെ അങ്ങ് നീക്കിയേക്കാം, അടുത്തവനെ വാഴിച്ചേക്കാം. കാലമുയർത്തി സ്തുതിച്ചേ. ഇനി നിങ്ങൾ ആമേൻ പറയാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ ആദ്യത്തെ തിരുവനന്തപുരത്തെ മീറ്റിംഗ് 94-ന്റെ അവസാനമാണ്. നെയ്യാറ്റിൻകര ഡാമിൻ്റെ അടുത്തൊരു കൺവെൻഷൻ 94. അന്നോട്ട് ഞാനിവിടെ വരുന്നുണ്ട് ഈ ട്രിവാൻഡ്രത്ത്. പക്ഷെ അന്ന് ഉള്ള പലരും ഇന്ന് ഈ ടൗണിലില്ല. അവരൊക്കെ പലരും നീക്കിയിട്ടാ ദൈവം നിങ്ങളെ ഇവിടെ നട്ടിരിക്കുന്നത്. മനസ്സിലായെങ്കിൽ ആമേൻ പറ. അവിടെ എല്ലാം വന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്.
അവിടെയെല്ലാം ഞാൻ കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവത്തിന്റെ അരുളപ്പാട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കർത്തൃഭൃത്യന്മാർക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ അവരെയൊക്കെ പലരെയും നീക്കിയിട്ട് ദൈവം നിന്നെ നിർത്തിയത് ദൈവത്തിന്റെ കരുണയല്ല, ദൈവത്തിന്റെ കൃപയല്ല, ദൈവത്തിന്റെ അഭിഷേകമല്ല, ദൈവത്തിന്റെ സാന്നിധ്യമല്ല. ഇനി അടുത്ത ദൂതെന്ന് ശ്രദ്ധിച്ച്, ഇത് ബഹളമുണ്ടാക്കി പറഞ്ഞു പോയാൽ കിട്ടില്ല. അതുകൊണ്ട് ശാന്തമായി പറയുന്നത്, അവനെ നീക്കി. എന്നിട്ട് ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. എങ്ങനെയുള്ളവനെ തെരഞ്ഞെടുത്തു? ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ എനിക്ക് ബോധിച്ച പുരുഷനെ. എനിക്ക് ജോജി പാസ്റ്റർ ഇവിടെ വർഷിപ്പിന് വേണ്ടി വന്നപ്പോ അലക്സിനെയും കൊണ്ട് വന്നേ. രണ്ടുപേരും കൂടിയല്ലേ ഇന്ന് വന്നേ? അവർ രണ്ടുപേരും കൂടിയാ വന്നേ. തനിക്ക് ബോധിച്ച ഒരാളെയും കൊണ്ടാ ഇന്നിവിടെ വന്നേ. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. എന്നാലേ സിങ്കാകത്തുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായോ? എനിക്ക് ബോധിച്ച ഒരാളല്ല എൻ്റെ കൂടെ വരുന്നതെങ്കിൽ ഞാൻ പാടുന്നത് വേറെ, അവൻ വായിക്കുന്നത് വേറെ. അവ എനിക്ക് ബോധിച്ച ഒരാൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ എന്ത് ചിന്തിക്കുന്നോ അവനത് വായിച്ചിരിക്കും. ഒന്നും വേണ്ട. ജോജി പാഷ് ഇവിടെ ഇന്ന് അലക്സിനെ നോക്കി ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി, അവനവിടെ പിടിച്ചിരിക്കും. ഒരല്ലല്ലോ അത്. ബോധിച്ചവനല്ലെങ്കിൽ ഇതല്ല, ഇങ്ങനെയല്ല എന്തെല്ലാം കാണിച്ചാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഒരുവനെ നീക്കിയിട്ട് ദൈവം ആരെ കൊണ്ടുവന്നു? എന്താ ഈ ബോധിച്ചെന്ന് പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ 5-ാമത്തെ ദിവസം ഈ ആലയത്തിൽ വന്ന നിങ്ങളെ ദൈവത്തിന് ബോധിച്ചതാ. അതിന് കൈയടി പോരാ. കർത്താവിനെ ശക്തിയോടെ ഒന്ന് കരമടിച്ച് ഒന്ന് ദൈവത്തെ നോക്കി ഒന്ന് ആരാധിച്ചു പറ, ദൈവം എന്നിൽ കണ്ട ചില കഴിവുണ്ട്, ദൈവം എന്നെ ബോധിച്ചതായി കണ്ടു. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം ഇതിനകത്ത് ഇരുത്തിയത്, ദൈവം ഇന്നിവിടെ കൊണ്ടുവന്നത്, ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് ദൈവത്തിന് നിങ്ങളെ ബോധിച്ചത് കൊണ്ടാണ്. വഴിയിറമ്പി കിടന്ന എന്നെ, വിദ്യാഭ്യാസമില്ലായിരുന്ന എന്നെ, കഴിവില്ലാതിരുന്ന എന്നെ, ആർക്കും വേണ്ടാതെ എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടക്കിയോ ദൈവം പറയുന്നു, ദൈവം നിന്നെ നിലനിർത്തിയത് ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാ. ആരും നിന്നെ തട്ടിക്കളയാൻ, ആരും നിന്നെ ആക്കിയെടുത്തുന്ന വലിച്ചു കളയാൻ എന്റെ തമ്പുരാൻ അനുവദിക്കയില്ല. ഞാനിനി ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ദൈവം ബോധിച്ചാണ് ദൈവം നിങ്ങൾ എവിടെ കൊണ്ടുവന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കഴിവുകേടും ദൈവം നോക്കത്തില്ല. ബോധിച്ചവരെ ദൈവം ഉപയോഗിച്ചിരിക്കും. പോരാ കരം ഉയർച്ച് നല്ലൊരാമൻ പറ. ദൈവം ബോധിച്ചവനെ അവൻ കുറവുകൾ ഉണ്ടാകാം, ദൈവം ബോധിച്ചവനിൽ പരാജയങ്ങൾ ഉണ്ടാകാം, ദൈവം ബോധിച്ചവനിൽ പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷെ ദൈവം പറയുന്നു, എനിക്ക് ബോധിച്ചവനെ ഞാൻ ഉപയോഗിച്ചിരിക്കാം. ഒരു വാക്യം എൻ്റെ ചിന്തയിൽ വരുന്നു, എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ. പുറപ്പാട് പുസ്തകം ഒന്നെടുക്കാമോ പ്ലീസ്? ഒന്നെടുത്ത് 4-ാം അധ്യായം. കുറിക്കുന്നവർ കുറിച്ചെടുക്ക്. പുറപ്പാട് 4-ാം അധ്യായം 13-ാമത്തെ വാക്യമാ. അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്. ഒന്ന് പറയാമോ? മോശ ദൈവത്തെ നോക്കി പറയുന്നു, എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഹോരേബിന്റെ പർവ്വതത്തിൽ മുൾപ്പടപ്പിൽ തീ കത്തിച്ച് തീയുടെ നടുവിൽ തമ്പുരാൻ ഇറങ്ങി നിന്ന് ദൈവം വിളിച്ചു, മോശേ മോശേ. അടുത്ത് ചെന്ന് മോശയോട് പറഞ്ഞു, മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളക. അവൻ അടുത്ത് ചെന്നു. ദൈവം മോശയെ നോക്കി പറഞ്ഞു, ആകയാൽ മോശേ നീ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ വിടുവിക്കേണ്ടതിന് നിന്നെ അയക്കും. ഇത്രയും കൃത്യമായി ഇത്രയും വ്യക്തമായി മോശയോട് ദൈവം പറയുമ്പോൾ മോശ ദൈവത്തെ നോക്കി പറയുന്നു, ദൈവമേ അങ്ങയ്ക്ക് ബോധിച്ച വേറെ ഒരുത്തനെ സെലക്ട് ചെയ്യണമേ. എടാ മോശേ, എനിക്ക് നിന്നെ ബോധിച്ചത് കൊണ്ട് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നത്. ഒരു ഹല്ലേലൂയ പറ. നിന്റെ കുടുംബത്തിനകത്ത് ഈ ദൈവം ഇറങ്ങി വന്നത് ദൈവത്തിന് ബോധിച്ചത് കൊണ്ട്. നിന്റെ തലമുറയിൽ അവൻ ഇറങ്ങി വന്നത്, ഈ സഭക്കകത്ത് അവൻ ഇറങ്ങി വന്നത്, ഈ തിരുസാന്നിധ്യം
സാന്നിധ്യത്തിന്റെ നടുവിൽ അവൻ ഇറങ്ങി വന്നത് ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു ദൈവത്തിന് നല്ലൊരു ഹല്ലേലൂയ പറ. ദൈവത്തിന് ബോധിച്ചവരെ അവൻ മോശ പറയുന്നു, ദൈവമേ, എന്നാൽ അവൻ കർത്താവേ നിനക്ക് ബോധിച്ച മറ്റേ ആരെങ്കിലും എന്ത് ചെയ്യണമേ? എടാ, എനിക്ക് പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ല മോശേ ഈ ഹോരേബിൽ നിന്നെ തേടി ഞാൻ വന്നത്. എനിക്ക് ബോധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. നീ പറഞ്ഞില്ലേ നീ തടിച്ച നാവുള്ളവനാ, നീ വിക്കനാ. മോനെ മോശേ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ട നിന്നെ തേടി ഞാൻ ഇറങ്ങി വന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, തടിച്ച നാവുള്ളവനെയോ വിക്കനെയോ ചെകിടനെയോ ഊമനെയും ഒക്കെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയല്ലയോ? അതുകൊണ്ട് ദൈവം പറയുന്നു, എനിക്ക് ബോധിച്ച നിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കും. ഹല്ലേലൂയ. ഇനി സന്തോഷത്തോടെ അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറ, ഞാൻ ദൈവത്തിന് ബോധിച്ചവനാ. ഓ പ്രൈസ് ഗോഡ്. ഒരു ഹല്ലേലൂയ എന്ന് പറ. ഞാൻ ദൈവത്തിന്. ഈ മർക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം. നിങ്ങൾക്ക് സന്തോഷമാണോ ഇങ്ങനെ പോകുന്നത് കൊണ്ട്? ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. വായിച്ചോ. 3:13, 14, 15. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ആമേൻ. ആ വാക്യം ഒന്നുകൂടി വായിച്ച. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ. അവൻ യേശു ആരെയാ വിളിച്ചേ? ബോധിച്ചവരെ. അത്രയും ഉറപ്പുണ്ടെങ്കിൽ ഇടി വെട്ടുന്നത് പോലെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇന്ന് ഞാൻ ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാ എന്നെ അവൻ വിളിച്ചതെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ദുഷ്ട പിശാച് കേൾക്കട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ കേൾക്കട്ടെ, അന്ധകാര വ്യാപാരങ്ങൾ കേൾക്കട്ടെ, ലൂസിഫർ കേൾക്കട്ടെ, സഭ ഒരുമിച്ച് പറ, ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് ബോധിച്ചത് കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകൽക്കാലം ദൈവജനം പ്രസംഗിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, വർഷിപ്പിൽ ലീഡ് ചെയ്യാൻ ദൈവം എനിക്ക് ഈ ഒരു അവസരം തന്നത് ദൈവത്തിന് ബോധിച്ചത് കൊണ്ട്. ആമേൻ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം ബോധിച്ചവനായ ആ മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ ദൈവം ചെന്നു. 1 ശമൂവേൽ വേവെടുക്കെ 16-ാം അധ്യായം 1-ാമത്തെ വേദവാക്യം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേമിനായി ഇസായിയുടെ അടുക്കൽ അയക്കും. വ്യക്തമാണ്. അവനെ തള്ളി, പക്ഷെ ഞാൻ നിന്നെ ബെത്ലഹേമിലേക്ക് അയക്കും. ബെത്ലഹേം ഇസായിയുടെ വീട്ടിലേക്ക് അയക്കും. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയും ആരെ അഭിഷേകം ചെയ്യണമെന്ന്. അതിന്റെ 7-ാമത്തെ വാക്യം. പക്ഷെ ഒരു കണ്ടീഷൻ. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. 1-ാമത്തെ സെലക്ഷൻ പൊക്കവും വണ്ണവും തൂക്കം നോക്കിയ. മനസ്സിലായില്ല? ഒരു ഹല്ലേലൂയ ഉറക്കെ പറയണം. അവൻ ദൈവം പറയാണ്, ശമൂവേലേ, നീ ചെല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണോ. അവൻ 7-ാമത്തെ വാക്യം. യഹോവ ശമൂവേലിനോട് അവന്റെ എന്ത് നോക്കരുത്? മുഖമോ പൊക്കമോ നോക്കരുത്. മുഖമോ. അങ്ങനെയാണെങ്കിൽ 2-ാമത്തെ അഭിഷേകം ഗ്ലാമർ നോക്കിയല്ല. അതിന് അത്രയും സ്വോത്രം പോരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വോത്രം പറയുന്ന പോലെ ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പുതിയ നിയമത്തിലെ അഭിഷേകം ഗ്ലാമർ താരങ്ങളെയല്ല. അവൻ മുഖം, ദൈവം പറഞ്ഞു ശമൂവേലേ മുഖം നോക്കരുത്, കാണാൻ അഴകുണ്ടോന്ന് നോക്കരുത്, കാണാൻ ഗ്ലാമർ ഉണ്ടോന്ന് നോക്കരുത്, അവന്റെ ഹൈറ്റും വെയിറ്റും എടുക്കരുത്. എനിക്ക് ബോധിച്ചവനാണോ അവന്റെ അഭിഷേകം ചെയ്തേക്കണം.
ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്റെ മുഖം ദൈവത്തിന് വിഷയമല്ല, നിന്റെ ഗ്ലാമർ ദൈവത്തിന് വിഷയമല്ല, നിന്റെ പൊക്കമോ വണ്ണമോ നീളമോ ഉയരമോ സൗന്ദര്യമോ അതല്ല ദൈവത്തിന് വിഷയം. ദൈവം നോക്കുന്നത് നീ ദൈവത്തിന് ബോധിച്ചവനാണോ. ഞാന് ഈ ഭാഗം വായിച്ചിട്ട് ഒരല്പസമയം തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. തമ്പുരാനെ, എന്തുകൊണ്ടാ ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻ ആമൻ ശമൂവേലിന് കൊടുത്തത്? ശമൂവേലേ, നീ പോകുമ്പോൾ മുഖം നോക്കരുത്. 2, ഇത് രണ്ടും ഒന്നാമത്തവന്റെ മേലുണ്ടായി. കാണാൻ ഗ്ലാമറായിരുന്നു, പിന്നെയോ നല്ല പൊക്കവും ഉണ്ടായിരുന്നു. അപ്പൊ പൊക്കവും വണ്ണവും നോക്കി മുഖം നോക്കി അഭിഷേകം ചെയ്യരുത്. ആമൻ കർശനമായ ഇടപാലം. നേരെ വന്നു, 8 കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി. ഓരോന്ന് വന്നു. ആരാ പേര് പറഞ്ഞില്ല. അവസാനം ഓരോന്ന് മാറി ഡിഗ്രി ഉള്ളതും കഴിവുള്ളതും മിടുക്കന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് നിരച്ചു നിർത്തി. തമ്പുരാന്റെ അഭിഷേക തൈലം ചലിക്കാതെ വന്നപ്പോൾ പ്രവാചകന്റെ അവസാനത്തെ ചോദ്യം, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നിസ്സാരമായി ഈശായി പറയുന്നു, ഒരുത്തനുണ്ട്. ദൈവം ബോധിച്ചവനെ വീട്ടിൽ പോലും വിലയില്ല. ദൈവം ബോധിച്ചവനെ അപ്പൻ പോലും വില കൽപ്പിച്ചിട്ടില്ല. ദൈവം ബോധിച്ചവനെ കൊടുക്കേണ്ട വില സമൂഹം കൊടുത്തിട്ടില്ല, കുടുംബത്ത് കൊടുത്തിട്ടില്ല, അംഗങ്ങളിൽ കൊടുത്തിട്ടില്ല. ഒരുത്തനുണ്ട്. ഉടനെ പ്രവാചകന് മറുപടി, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ദൈവം ബോധിച്ചത് വരാതെ അഭിഷേകം ചലിക്കത്തില്ല. ദൈവത്തിന് ബോധിച്ചത് വരാതെ അഭിഷേക തൈലം ചതിക്കയില്ല. ഞാൻ ഇത് വായിക്കുമ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുക. ഞങ്ങളായിരുന്നു, ഇപ്പം ഞാനും ജോജി പാസ്റ്ററും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ അപ്പം കൊണ്ടുവന്ന് ഇങ്ങനെ മുന്നിൽ നിർത്തുമ്പോൾ ആദ്യമേ ഞങ്ങൾ കയറി അവരെല്ലാം ചെയ്തേനെ, അഭിഷേകം ചെയ്തു. കാരണം പൊക്കമുണ്ട്, വണ്ണമുണ്ട്, ഡിഗ്രി ഉണ്ട്, പട്ടാളത്തില, ജനറല, മേയർമാരാ, ഞങ്ങളെല്ലാം ആദ്യം അവരെ കൈവച്ച് അഭിഷേകം ചെയ്യും. പക്ഷെ തമ്പുരാന്റെ വിഷയം എന്താണെന്നറിയോ? ഈ മനുഷ്യൻ മുഖം നോക്കും, ദൈവം ഉള്ളിലോട്ട് നോക്കും. മനുഷ്യൻ മുഖം നോക്കും, തമ്പുരാൻ ഹൃദയത്തെ നോക്കും. ഇന്ന് ദൈവത്തിന് ബോധിച്ചവരുടെ മേൽ ഒരഭിഷേക തൈലം ദൈവം പകരും. ദൈവത്തിന് ബോധിച്ചവന്റെ മേൽ ഒരു രാജകീയ അഭിഷേകം വരും. ദൈവത്തിന് ബോധിച്ചവന്റെ മേൽ ഒരു ദൈവീക അഭിഷേകത്തിന് കൈമാറ്റം ഇന്ന് ദൈവം പകരും. ഞാൻ ഒരു വാക്യമൊന്ന് കയറ്റി പറഞ്ഞ് സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയുക. ദൈവം ബോധിച്ചവനെ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം ബോധിച്ച ആ ദാവീദിനെ 4 പ്രാവശ്യം അഭിഷേകം ചെയ്തു. കേൾക്കണോ? 4 തവണ ദൈവം അഭിഷേകം ചെയ്തു. ആമേൻ. 4 പ്രാവശ്യം ദാവീദിന്റെ മേൽ ഈ അഭിഷേക തൈലം വന്നു. നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം തന്നെ അഭിഷേകം ചെയ്തു. ശമൂവേൽ തന്നെ അഭിഷേകം ചെയ്തു. ആമേൻ. യഹൂദയ്ക്ക് വേണ്ടി, ആമേൻ, രാജ്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സകല ഇസ്രായേലും ഒന്നിച്ചുകൂടി അവസാനം ഇസ്രായേൽ ജനത്തിന് വേണ്ടി അഭിഷേകം ചെയ്തു. മനസ്സിലായില്ലല്ലേ? ദൈവം ബോധിച്ചവന്റെ മേൽ 4 ടൈപ്പ് അഭിഷേകം. 1 ശമൂവേൽ അഭിഷേകം ചെയ്തു. 2 തമ്പുരാൻ അവനെ അഭിഷേകം ചെയ്തു. 3 യഹൂദയുടെ രാജാവായിട്ട് അവൻ അഭിഷേകം ചെയ്തു. 4ാമത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒടുവിൽ അഭിഷേകം ചെയ്തു. ദൈവം ബോധിച്ചവന്റെ മേൽ അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം ദൈവം പകരം. ദൈവം ബോധിച്ചവന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം ദൈവം പകരം. ഹല്ലേലൂയ. 1 നിങ്ങൾക്കറിയാമോ? വനാന്തരത്തിൽ വെച്ച് ഒരു ദൈവിക അഭിഷേകം തന്റെ മേലുണ്ട്. ആമേൻ. ദൈവം ബോധിച്ചവനെ വനാന്തരത്തിലിട്ട് ദൈവം അഭിഷേകം ചെയ്തു. 2 വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ അഭിഷേകം ചെയ്തു.
ഒരു സാക്ഷ്യമൊക്കെ ഈ ശൗലിനോട് പറയുന്നുണ്ട്. രാജാവേ, ഞാൻ കുറച്ച് ടെസ്റ്റ് പണി പറയാം. അപ്പൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് പോയപ്പോ ഒരിക്കൽ സിംഹം കരടിയൊക്കെ വന്നു. അന്ന് ഇതിനെ വലിച്ചു കീറി രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവന് രഹസ്യത്തിൽ ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ! രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവന് രഹസ്യത്തിൽ ഒരു അഭിഷേകമുണ്ട്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. കർത്താവിന്റെ ദാസൻ ആമേൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് UK ഉണ്ടായിരുന്നു. ദൈവദാസൻ വരുന്നതിന് മുമ്പ് ഞാനും UK ഒരു മീറ്റിങ്ങിന് വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ UK അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആവേശം പകർന്നൊരു കാര്യമുണ്ട്. 10-30 വർഷമായി പ്രസംഗിക്കുന്നു. സ്മിത്ത് വിഗർസ്വർത്ത് എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ, 160-ലധികം മരിച്ച ഡെഡ് ബോഡി എഴുന്നേൽപ്പിച്ച മനുഷ്യൻ. ഇത് 30 വർഷമായി ഞാനും പ്രസംഗിക്കുന്നു. പക്ഷേ ഈ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയാള് പ്രാർത്ഥിച്ച ഇടമൊന്ന് കാണണമെന്ന് തോന്നി, താമസിച്ച വീട് കാണണമെന്ന് തോന്നി. അങ്ങനെ ഒരു രാത്രിയിൽ ആ ദൈവ മനുഷ്യൻ പ്രാർത്ഥിച്ച ഒരിടത്തേക്ക് ഞങ്ങൾ പോയി. ആമേൻ. ഒരു പാറക്കെട്ടിന്റെ ഇടം, മുഴുവൻ പാറ കൊണ്ട് നിബിഡമായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇരുണ്ട സ്ഥലം. തണുപ്പ് കൊണ്ട് സാധാരണ ആരോഗ്യമുള്ളവർക്ക് പോലും നിൽക്കാൻ കഴിയാത്തൊരിടം. ഒരുപാട് യാത്ര ചെയ്ത് മലകൾ കയറി ഒരു പാറ ഇടുക്കിൽ ആമൻ കടന്നു ചെല്ലണം, മല കയറി ചെല്ലണം. അതിൻ്റെ ഇടയിൽ വലിയ കരിങ്കൽ പാറകൾ കുത്തനെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ആമൻ ഒരു വലിയ കുത്തനെ നിൽക്കുന്ന 2 പാറയുണ്ട്. ഈ പാറയുടെ ഇടയിൽ കയറി നിന്നാണ് സ്മിത്ത് വിഗർസ്വർത്ത് എന്ന് പറയുന്ന മനുഷ്യൻ 7 വർഷം പ്രാർത്ഥിച്ചത്. Praise the Lord. ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യൻ അറിഞ്ഞില്ല ദൈവദാസനെ. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഈ മനുഷ്യൻ അപ്പാറ ഇടുക്കി ചെന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു ദിവസം തന്റെ സ്നേഹിതൻ വന്ന് പറഞ്ഞു, സ്മിത്തെ, നീ ഒരു കാര്യം അറിഞ്ഞോ? ഇല്ല. നമ്മുടെ സ്നേഹിതനായ ഈ ഇന്ന ആളുടെ ഭാര്യ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അവരിറങ്ങിപ്പോയി. പരിശുദ്ധാത്മാവ് പ്രാർത്ഥന മുറിയിൽ ഇരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു ഇറങ്ങിച്ചെല്ലാൻ. ആ മനുഷ്യൻ ഇറങ്ങി വന്ന് മരിച്ച് ശവമായി കിടക്കുന്ന ആ കട്ടിലെ നിന്ന് ആ സഹോദരി എഴുന്നേൽപ്പിച്ച് 2 കവിളത്തും ഒന്ന് മാറിയടിച്ച് കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ ആ സഹോദരി കണ്ണു തുറന്നു. അതിനുശേഷം 160 ശവശരീരങ്ങൾ ആ മനുഷ്യന്റെ കൈ കീഴിന്ന് പുറത്തു വന്നു. രഹസ്യത്തിൽ ദൈവം ചിലതിനെ ഇന്ന് അഭിഷേകം ചെയ്യോ. പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ഒരഭിഷേകം വരും. ആരാധിക്കുന്ന നിന്റെ മേൽ ഒരഭിഷേകം വരും. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ. അറിയില്ല. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ എന്റെ സമയം ചുരുക്കമായതുകൊണ്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം നിന്റെ മേൽ ഒരു അഭിഷേകം പകരും. ഉടൽ കടകൽ കരാധല. ഹല്ലേലൂയ. കരമുയർച്ച ദൈവത്തിന്റെ സ്വതന്ത്രം പറഞ്ഞേ. ഞങ്ങള് ഒരിക്കൽ ഫോർട്ട് കൊച്ചിയിൽ ആരാധന നടക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ മുറിക്കകത്ത് ആ ഇലക്ട്രിസിറ്റി ഇല്ല. 4 വർഷം അതിനകത്ത് കറണ്ട് കട്ട് ചെയ്തിട്ടേക്കുക. അപ്പോൾ ആരാധിക്കാൻ ഹാള് കിട്ടി, പക്ഷെ കറണ്ട് ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും ഒരു ബാറ്ററി വാടകയ്ക്ക് എടുക്കും, ഒരു ആംപ്ലിഫയറും ഒരു സ്പീക്കറും വാടകയ്ക്ക് എടുക്കും. 4 വർഷം ഫാനില്ല. 3 ഷർട്ട് കൊണ്ടുപോകും. ഒരു ആരാധന കഴിയുമ്പോൾ ഒരു ഷർട്ട് പിഴിഞ്ഞു മാറ്റി അഴയത്തിടും, അടുത്ത ഷർട്ട് ഇടും. അത് പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒടുവിൽ ലാസ്റ്റ് ഒരു ഷർട്ട് ഇട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കറണ്ട് ഇല്ല, 4.5 വർഷം ഫാനില്ല. അങ്ങനെ ആരാധിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു എയർ കണ്ടീഷൻ ചർച്ച എന്നെ കൊണ്ട് പഠിപ്പിച്ചു. 4.5 വർഷം ഫാന് പോലും ഇല്ലാതെ ആമേൻ ചൂടത്തിരുന്ന് ആരാധിച്ചപ്പോൾ തമ്പുരാൻ കുറിച്ചു വെച്ചു, കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചർച്ച നിനക്കിരിക്കട്ടെ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. അന്ന് 4.5 വർഷമായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചൂടത്തിരിക്കുക, ചർച്ചിനകത്ത് ഇങ്ങനെ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ആലയത്തിന്റെ അവിടെ നിന്ന് 4ാമത്തെ വീടുണ്ട്. സണ്ണോ എന്ന തൻ്റെ പേര്, ഒരു ആംഗ്ലോ ഇന്ത്യൻസാണ്. ഞങ്ങളിവിടെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ തൻ്റെ ഭാര്യ
അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. ആ സഹോദരി ദൈവശക്തിയാൽ അടിച്ചു താഴെ വീണു. അവിടെ കിടന്ന് ഏതൊക്കെയോ ഭാഷ പറയാൻ തുടങ്ങി. ഭർത്താവ് കണ്ട് ഭയപ്പെട്ടു, ഇവളെന്തായി പറയുന്നേ? പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, 3 വീടിനപ്പുറത്തുള്ള തട്ടിന്റെ പൊക്കത്ത് അവിടെ ഇരുന്ന് ആരാധിക്കുന്നവർ ഈ ഭാഷ പറയുന്നുണ്ട്. ആ മനുഷ്യൻ ഓടി ആലയത്തിൽ വന്നു, എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആരാധിച്ചപ്പോ എൻ്റെ ഭാര്യ അവിടെ അടുക്കള കിടക്കിയ, നിങ്ങൾ പറയുന്ന ഭാഷ അവള് പറയുക. ഞാൻ ഓടിച്ചെന്നപ്പോ ഈ സഹോദരി, അവൻ തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സഹോദരി ആടിച്ചു താഴെ വീണ് അന്യഭാഷ പറയുക. കൈവച്ച് പ്രാർത്ഥിച്ച് എഴുന്നേറ്റു. ഞാൻ ചെന്നാ പറ്റിയത്, ആ സഹോദരി എന്നോട് പറഞ്ഞ്, ഞാൻ പോട്ടയിൽ ധ്യാനത്തിന് പോകുന്ന ഒരാളാ, നിങ്ങൾ അവിടെ ആരാധിക്കുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ അറിയാതെ ചോദിച്ചു, പരിശുദ്ധാത്മാവേ, ഇവര് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ എനിക്കും കൂടി തരണേ. അങ്ങനെ അഭിഷേകം പ്രാപിച്ചതാണ്. ഹല്ലേലൂയ. കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ സഹോദരി അങ്ങ് എഴുന്നേറ്റു. ഞാൻ അവിടെ ഇറങ്ങിയപ്പോ സണ്ണോബർ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഇനി അവിടേക്കുള്ള കരണ്ടും അവിടേക്കുള്ള ഫാനും എല്ലാം എൻ്റെ വക. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ദൈവം ചെയ്താൽ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന കൂടാരത്തിൽ ഒരഭിഷേകം ചലിക്കാൻ പോകുക. ശത്രുവിനെ കീറിക്കളയേണ്ടതിന് നിനക്കെതിരെ നിൽക്കുന്ന, നിന്റെ ജനത്തിനെതിരെ നിൽക്കുന്ന പാതാള ശക്തികളെ, അന്ധകാര വ്യാപാരങ്ങളെ തകർത്തെറിയേണ്ടതിന് ആരാധിക്കേണ്ടവർ ആരാധിച്ചോ, ആത്മാവിൽ സ്തുതിച്ചോ. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുക. ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ ഒരഭിഷേകത്തിന്റെ പകർച്ച. ആരൊക്കെയോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിൽ ഒരഭിഷേകം ഇന്ന് മകൾ ചലിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാ. നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് എവിടെ ഇരുന്നാണോ നീ പ്രാർത്ഥിക്കുന്നത്, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയിൽ ചില ചലനങ്ങൾ ഉണ്ടാകാൻ പോകുക.